വർഷത്തിൽ 2-3 തവണ നടത്തുന്ന ഒരു പരീക്ഷയിലൂടെ ഒന്നും ഒരു കൊച്ചിൻ്റെ കഴിവിനെ ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ 24-ഉം 26-ഉം കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്കഴിഞ്ഞാൽ 50 കിട്ടേണ്ടത്. പക്ഷെ കുട്ടി 40 എന്നാണ് ഉത്തരം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് പൂർണ്ണമായി ഉത്തരം തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല. പക്ഷേ ഇതിനൊരു മറുവാദം കേട്ടിട്ടുള്ളത്, കുട്ടിയോട് പട്ടി എന്ന് എഴുതാൻ പറയുമ്പോൾ പന്നി എന്ന് എഴുതുന്നു, പക്ഷേ പകുതി ശരിയാണല്ലോ, മാർക്ക് കൊടുക്കാം. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് മുമ്പ് പുറത്തിറങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അക്ഷരം പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടെന്നുള്ള വാദം അത്ര ശരിയല്ല. ഇപ്പോൾ പരീക്ഷ പോലും ഒരു ലേണിംഗ് പ്രോസസ്സ് ആവണമെന്നുള്ളതാണ് ബേസിക് കൺസെപ്റ്റ്. 1 2 ഈ 2 4 എന്ന് പറഞ്ഞ് നിങ്ങൾ ഗുണനപ്പട്ടികയൊന്നും പഠിക്കുന്നില്ല, ഒന്നും കാണാതെ പഠിക്കുന്നില്ല. അതല്ല, കവിത കാണാതെ പഠിക്കുന്നില്ല, പാഠഭാഗങ്ങൾ കാണാതെ പഠിക്കുന്നില്ല തുടങ്ങിയ ഇതുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഭാവിയിൽ എന്തായി തീരും. അതുകൊണ്ട് ഓർമ്മശക്തി പരീക്ഷിക്കുന്ന അല്ല ഇപ്പോഴത്തെ ഒരു പരീക്ഷകളും. അത് നിങ്ങളുടെ കയ്യിൽ ആയുധമുണ്ടോ, നിങ്ങൾ പഠിച്ചത് നിങ്ങളുടെ കയ്യിൽ ആയുധമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട്, നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ് പരീക്ഷ. ഞാൻ ചോദിക്കുന്നത്, ഈ സാറ് പറഞ്ഞതുപോലെ കുട്ടികളെ അപഗ്രഥിക്കുകയും ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അവരിൽ നടക്കുകയും ചെയ്യേണ്ടത് മാതൃഭാഷയിലാണോ അതോ ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ഭാഷ എന്ന നിലയ്ക്ക് നടക്കുന്നത് കൊണ്ട് കേടൊന്നുമില്ല എന്നുള്ളതാണോ? ഇപ്പം തന്നെ പ്രകടന പത്രികകളിൽ പലരും പറഞ്ഞ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഗവൺമെൻറ് സ്കൂളിൽ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇതിന് വലിയ വ്യത്യസ്ത മാതൃകകൾ കേരളത്തിലുണ്ടാകുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഞെട്ടും, 65% കുട്ടികൾ SLC എഴുതുന്നത് ഇംഗ്ലീഷിലാണ്. ഇതെല്ലാം പഴയ തലമുറയിലെല്ലാം ശരിയായിരുന്നിരുന്നു എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ അന്ന് നടന്നത്. പക്ഷേ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നടക്കുന്നത് എന്താണെന്ന് ഇവർ പോയി കണ്ടിട്ടില്ലാത്തതാണ്. നമ്മൾ കണ്ടിരുന്ന പെർസ്പെക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇവർ മൂല്യബോധം അവർക്ക് ഇല്ല എന്നുള്ളത്. നമ്മളെക്കാൾ കുറച്ചുകൂടെ മൂല്യബോധമുണ്ട്. അപ്പം ജെൻഡർ ന്യൂട്രൽ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് കുട്ടികളെ സംബന്ധിച്ച് ചെറിയ കുട്ടികൾക്ക് വളരെ നല്ല ബോധ്യമുണ്ട്. മാനന്തവാടിയിലെ കുട്ടി പഠിക്കുന്ന 1ാം ക്ലാസ്സിലെ കുട്ടി പഠിക്കുന്ന ടെക്സ്റ്റ് ആയിരിക്കത്തില്ല തിരുവനന്തപുരത്തെ പഠിക്കേണ്ട ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് അവർക്ക് വേണ്ടിയിട്ട് ടൈലർ മെയ്ഡ് ആയിരിക്കും. തിരുവനന്തപുരത്ത് വന്ന് കുട്ടി കാണുന്നതും അവൻ കാണുന്നതിനെ കുറിച്ചിട്ട് വേണം അവൻ പഠിപ്പിക്കാൻ. നമ്മുടെ ഭാഷയുടെ സൗന്ദര്യം കൂടുന്നതിൽ ഒരു ഘടകം കുട്ടികൾ. അപ്പം മേഘാവൃതമായിരുന്നിരുന്നു എന്ന് കുട്ടികൾ എഴുതത്തില്ല. അവ എഴുതി കഴിയുമ്പോൾ ഏതാണ് വേണ്ടത് എന്ന് സംശയം തോന്നി ഉടനെ മഴക്കാർ കൊണ്ടു. അവർ കുറച്ചുകൂടെ മലയാളത്തോടുള്ള മറ്റേ സംസ്കൃതം ഇല്ലാത്ത ഒത്തിരി പദങ്ങൾ ലാളിത്യത്തോട് കൂടിയിട്ട് എഴുതുകയാണ് കുട്ടി ചെയ്യുന്നത്. സർ, അങ്ങ് പൊതുവിദ്യാഭ്യാസ രംഗത്തെ കുറേ നാളുകളായി ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, അതിനൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണെന്നറിയാം. അപ്പം അങ്ങയോട് സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമുക്കൊരു ചോദ്യം ഉത്തരം എന്ന നിലയ്ക്കല്ല, നമുക്കൊരു സംഭാഷണം പോലെ മുന്നോട്ട് പോകാമെന്നാണ്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ജീവിതത്തിലെ ഒരു ഓർമ്മ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം, അതിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴായിരിക്കും, കാലം ഒരു 2000 ഒക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ ക്ലാസ് റൂമിൽ ഇങ്ങനെ ടീച്ചർ വരുമ്പോൾ അന്നൊരു രീതിയുണ്ട്, നിങ്ങൾക്ക് ആരായി തീരണം എന്നൊരു ചോദ്യം ചോദിക്കും. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ ഉത്തരം പറഞ്ഞു വരുന്നുണ്ട്. കണ്ടക്ടറുണ്ട്, ഡ്രൈവറുണ്ട്, നേഴ്സുണ്ട്, ഡോക്ടറുണ്ട്, ടീച്ചറുണ്ട്, അങ്ങനെ പറഞ്ഞ് എൻ്റെ അടുക്കലെത്തുമ്പോൾ ഞാൻ ഫസ്റ്റ് ബെഞ്ചിൽ ഒരു 3ാമതായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ അവസാനമാണ് എൻ്റെ അടുക്കലേക്ക് എത്തുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, വിദ്യയ്ക്ക് ആരായി തീരണം? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു എഴുത്തുകാരിയാവണം. അപ്പോൾ ടീച്ചർ എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ നോവലും കഥയും ഒക്കെ എഴുതുന്ന ഒരു എഴുത്തുകാരിയാവണം. അപ്പോൾ സൗകര്യമായല്ലോ, ഒന്നും പഠിക്കണ്ടല്ലോ, മാത്സും പഠിക്കണ്ട, സയൻസും പഠിക്കണ്ട, ഇനി എവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്തോ ഒരു പന്തികേടുള്ള ഇഷ്ടമാണ് എൻ്റേത് എന്ന് തോന്നി. പിന്നെ അടുത്ത പീരീഡ് സാറ് വരുമ്പോൾ ഞാനിത് മാറ്റി, എൻ്റെ ആഗ്രഹം തന്നെ മാറ്റി. പിന്നെ പറയുമ്പോൾ ഈ പന്തികേടുള്ള ഇഷ്ടമാണോ, പരിഹസിക്കപ്പെടാൻ സാധ്യതയുള്ള ഇഷ്ടമാണോ എൻ്റേത് നിന്ന് പുനർചിന്തിച്ചിട്ടേ ഞാൻ എൻ്റെ സ്വപ്നം പറയൂ. സാർ, ഞാനിപ്പോൾ സാറിനോട് ചോദിക്കുന്നത്, കാലം ഒരുപാട് മുന്നോട്ട് പോയി എന്നറിയാം, മനുഷ്യർ കുറേ നവീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നറിയാം. ഒരു കുട്ടിയുടെ സ്വപ്നങ്ങൾക്ക് എത്ര അരികിലായിരിക്കണം വിദ്യാഭ്യാസം? ആ സാർ ഈ സാർ എന്നുള്ള നിലയ്ക്കല്ല, ഒരു കുട്ടിയുടെ സ്വപ്നങ്ങൾക്ക് എത്ര അരികിലായിരിക്കണം വിദ്യാഭ്യാസ സമ്പ്രദായം നിലനിൽക്കേണ്ടത്? അതായത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഇതിനകത്ത് എപ്പോഴും KSR എന്നാണ് പറയുന്നത്. കേരള സർവീസ് KSRൽ എന്താണ്, കേരള എഡ്യൂക്കേഷണൽ ആക്ട്, KEAR. KEAറിനകത്ത് നിങ്ങൾക്ക് ഒരിക്കൽ പോലും കുട്ടിയെ കാണത്തില്ല, നിങ്ങൾക്ക് അധ്യാപകനെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരെ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അതിനൊരു മാറ്റം വേണമെന്ന് എനിക്കൊന്ന് 1996 മുതൽ പിന്നെ ആവശ്യം ഉയർന്നിരുന്നു. പക്ഷെ അതൊന്നും പൂർണ്ണമായി നടപ്പാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പക്ഷേ ഒരിടത്ത് അത് ആരംഭിച്ചു. അധ്യാപകൻ്റെ കയ്യിൽ എപ്പോഴും ഉത്തരം ഉണ്ടാവും.
ആ ഉത്തരത്തിലേക്ക് കുട്ടിയെ കൊണ്ടിരുന്ന ഒരു രീതിയായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അധ്യാപകൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉത്തരം. അപ്പോൾ ആ ഉത്തരം കിട്ടാൻ വേണ്ടി എല്ലാവരുടെയും ചോദിക്കും. നമ്മളെല്ലാം അതിന് ഉത്തരം പറയും, എല്ലാവരും പറഞ്ഞിട്ട്. പക്ഷേ അതൊന്നും പുള്ളിക്ക് തൃപ്തിയാകത്തില്ല, കാരണം പുള്ളിയുടെ വേറൊരു ഉത്തരം ഇരിപ്പുണ്ട്. അപ്പം അതായിരുന്നു രീതി. പക്ഷെ അതിനെ മാറ്റിയിട്ട് ഇതിനെ കുട്ടികളുടെ സെൻറ്റർ ചെയ്തുകൊണ്ട്, അതായത് അതിന് പറഞ്ഞ് പിന്നെ ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ട് ഉള്ള ഒരു പാഠ്യപദ്ധതി നമ്മൾ 96 മുതൽ പരീക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനെ എനിക്ക് തോന്നുന്നു ദേശീയ തലത്തിലൊക്കെ പിന്നെ ആളുകൾ സ്വീകരിക്കുകയും എല്ലാം. പിന്നെ എൻ സി ആർ ടിയുടെ പാഠ്യപദ്ധതി ഇതിനകത്തും ആ നയം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളൊരു പൈനിയർ ചെയ്തിരിക്കുകയാണ് നമ്മൾ ആ രംഗത്ത്. അത് ആദ്യത്തെ ആ കാലത്തെ എൻ സി ആർ ടിയുടെ ബുക്കുകളിലെല്ലാം ആമുഖത്തിൽ അത് പറഞ്ഞിരുന്നു. അപ്പം കുട്ടിയുടെ സെൻറ്റർ അതാണ് നമ്മുടെ കുട്ടിയുടെ സ്വപ്നങ്ങൾ. അതായത് മുമ്പ് ഞാൻ പഠിച്ചിരുന്ന പാടത്തെ ആണ് ഒരു സാധനം, എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള സാധനം. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് പിന്നെ ഒരു പാഠം ഉണ്ടായിരുന്നു. അതിനകത്ത് അമ്മ പാൽ തരും, അത് കുടിക്കാഞ്ഞാൽ അമ്മ കരയും. കേട്ടിട്ടുണ്ടെങ്കിൽ സംഗതി അതൊരു പാഠം. അപ്പോൾ അതിന് ഉത്തരം പിന്നെ ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യം എന്ന് പറഞ്ഞാൽ ആരാണ് കരയുന്നത്? അമ്മ കരയും. അപ്പോൾ അതേ ഉള്ളൂ ഉത്തരം. പക്ഷേ യഥാർത്ഥത്തിൽ ആ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികളിൽ ഒരു 10 പേരെങ്കിലും ഒരിക്കൽ പോലും പാല് കുടിച്ചിട്ടുള്ളവരായിരിക്കത്തില്ല. അവരുടെ വീട്ടിൽ ഒരാൾക്ക് ചിലപ്പം അമ്മയുണ്ടായിരിക്കത്തില്ല. അഥവാ പാല് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പം അമ്മൂമ്മയായിരിക്കും കൊടുക്കുന്നത്. അപ്പം വ്യത്യസ്തമായ അനുഭവങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഒരു സംഗതി. അപ്പോൾ ആ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഈ ചൈൽഡ് സെൻറ്റേർഡ് വിദ്യാഭ്യാസം വന്നപ്പോഴത്തേക്കിന് ഉണ്ടായത്. പക്ഷെ അതിനെ പൊതുസമൂഹം പെട്ടെന്നത് സ്വീകരിക്കത്തില്ല. ചില പ്രശ്നമാണ്. കാരണം നിലവിൽ നിന്നിരുന്ന ഒരു സ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് മാറ്റുമ്പോഴത്തേക്കിന് അതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. അത് പിന്നീട് അതിൻ്റെ കരുത്ത് ചോർന്നു പോവുകയൊക്കെ ചെയ്തു. അത് അതിനകത്ത് ഒത്തിരി ഘടകങ്ങൾ അതിനകത്തുണ്ട്. സോ ഞാൻ മനസ്സിലാക്കുന്ന സാറ് സംസാരിക്കുന്നത് ഈ 90കളുടെ തുടക്കത്തിൽ വന്ന് നമ്മുടെ DPP സിസ്റ്റത്തെക്കുറിച്ച്. DPP എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ DPP അല്ല. DPPക്ക് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് വർക്ക്ഷോപ്പിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ യഥാർത്ഥത്തിൽ ആൾക്കാർ പിന്നീട് എന്ത് ചെയ്യും, നമ്മളിപ്പം ഓരോരുത്തരും ടാഗ് ചെയ്ത് പുതിയ പുതിയ പദാവലികൾ ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് വാർത്തയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം DPP പദ്ധതി എന്ന് അന്നത്തെ വാർത്തകൾ കാര്യം ചെയ്തിട്ടാണ്. യഥാർത്ഥത്തിൽ അതങ്ങനെയല്ല. നമ്മുടെ അക്കാഡമിഷ്യൻസ് ഇരുന്ന് തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഞാൻ മനസ്സിലാക്കുന്ന അന്ന് വരെ ഈ അധ്യാപകൻ അറിവ് പകർന്നു നൽകുന്നു. ആ അറിവ് ഏറ്റെടുക്കുന്ന കുട്ടികൾ അധ്യാപക കേന്ദ്രീകൃതമായിരുന്ന ഒരു വിദ്യാഭ്യാസം. അവിടുന്ന് അതല്ല, കുറച്ചുകൂടെ വിശാലമാണെന്ന അറിവിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ DPP ഫണ്ട് ഉപയോഗിച്ച് ചൈൽഡ് സെൻട്രിക് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം നടപ്പിലാക്കാനുള്ളൊരു സാധ്യതകൾ ആരായുന്നത്. സാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത് പരാജയമായിരുന്നു നമുക്കറിയാം. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് സമൂഹം ആ വിദ്യാഭ്യാസ രീതിയെ ഏറ്റെടുക്കാൻ ഒരുക്കമായിരുന്നില്ല എന്നുള്ളതാണോ പ്രശ്നം? അതോ അധ്യാപകർ അതെങ്ങനെ ചെയ്യണമെന്ന് സംശയിച്ചു പോയതാണോ പ്രശ്നം? എവിടെയാണ് അതിൻ്റെ ഒരു റൂട്ട് കോസ് എവിടെയാണെന്നാണ് തോന്നുന്നത്? അടുത്ത പ്രശ്നം ഒരു എടുത്തിയാട്ടം അതിനകത്തുണ്ടായി. ഈ പറഞ്ഞത് ശരിയാണ്. അതായത് മലപ്പുറം ജില്ലയെ മാറ്റിവെക്കണം. മലപ്പുറം ജില്ലയെ മാത്രം മാറ്റിവെച്ചിട്ട് ബാക്കി എല്ലാത്തടത്തും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അധ്യാപകനാണ്. അപ്പോൾ അധ്യാപകരെ ശാക്തീകരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടിയിരുന്നത്. മലപ്പുറത്തെന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ് മുതൽ ആദ്യം 1ാം ക്ലാസ്സിൽ പരീക്ഷിച്ചു. ആ കുട്ടി 2ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ 2ാം ക്ലാസ്സിൽ 1, 2 ക്ലാസ്സുകളിൽ ഇത്തരം പഠനം കൊണ്ടുവന്നു. 3ാം ക്ലാസ്സിൽ കൊണ്ടുവന്നു. അപ്പം നിരന്തരം അവിടുത്തെ അധ്യാപകരെ ട്രെയിൻ ചെയ്തുകൊണ്ടേയിരുന്നു. അത് 40 ദിവസത്തെ ട്രെയിനിങ് ആണ് അവിടുത്തെ ഓരോ അധ്യാപകനും. പ്രൈമറി സ്കൂൾ അധ്യാപകന് ഈ എങ്ങനെയാണ് പുതിയ പാഠ്യപദ്ധതി ക്ലാസ് റൂമിൽ ട്രാൻസാക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് പഠനം അവർക്ക് കിട്ടി. മാത്രമല്ല അവർ ഭയങ്കര ക്രിയേറ്റീവ് ആകാനും തുടങ്ങി. അധ്യാപകർ ക്രിയേറ്റീവാണ്. കാരണം ഒരു കുട്ടിയെ ഇതൊക്കെ ആക്ടിവിറ്റികളിലൂടെ വേണമല്ലോ പഠിപ്പിക്കാനായിട്ട്. കുട്ടികളുടെ കൂട്ടം ചേർന്ന് ആക്ടിവിറ്റികൾ കൊടുത്ത് അതിനെ ഗ്രൂപ്പായിട്ട് തിരിച്ച് ആ ഗ്രൂപ്പിൽ അപ്പോൾ ഇത് അറിവെന്ന് പറയുന്ന ക്ലാസ് റൂമിൽ ഉണ്ടാക്കണം എന്നുള്ള സാധനം എങ്ങനെയാണെന്നുള്ളത് ഈ അധ്യാപകർക്ക്, മലപ്പുറത്തെ അധ്യാപകർക്കറിയാം. കാരണം അവർ ഇത്രയും നാളത്തെ പരിശ്രമം കൊണ്ടാണ് അല്ലെങ്കിൽ പരിശീലനം കൊണ്ടാണ് അവർ ആർജിച്ചെടുത്തെന്ന് പറയുന്നത്. പിന്നെ പുതിയതായിട്ട് വന്ന തലമുറ അത് അങ്ങനെ പുതുതലമുറ അധ്യാപകരെ അപ്പോൾ അവർക്ക് തൊട്ട് മുമ്പിൽ വേറെ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. കാരണം അധ്യാപക ട്രെയിനിങ് അതിനനുസരിച്ചിട്ട് മാറിയിട്ടില്ല. പ്രശ്നം അവിടെയാണ്, അധ്യാപക ട്രെയിനിങ് കൃത്യമാകുന്നില്ല എന്നുള്ളതാണ്.
മറിച്ച് നമുക്ക് തിരുവനന്തപുരം അല്ല മറ്റ് ജില്ലകളിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ അവിടെ 10 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലേക്ക് ടെക്സ്റ്റ് ബുക്കുകൾ കൊടുത്തു. എന്നിട്ട് ക്ലാസ് ആരംഭിക്കുന്നു. 10 ദിവസത്തെ ട്രെയിനിങ്ങാണ് അധ്യാപകർക്ക് കിട്ടുന്നത്. അപ്പം നോക്കുമ്പോൾ വളരെ ചെറിയൊരു പുസ്തകം, 1-ാം ക്ലാസ്സിൽ ഒരു പുസ്തകം. ആ പുസ്തകത്തിനകത്ത് എന്താണ്, അതിനകത്ത് തീവണ്ടിയുടെ പാട്ടുണ്ട്, പടം വരച്ച് വെച്ചിട്ടുണ്ട്. തീവണ്ടി ഇങ്ങനെ നീളത്തിലും കുറുകയും ഒക്കെ ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ തീവണ്ടിയെ വരച്ച് വെച്ചിട്ട് ഇങ്ങനെ ചിത്രങ്ങളാണ് കൂടുതൽ. ആദ്യത്തെ പേജ് തുറക്കുമ്പം തന്നെ ഒരു മൾട്ടി കളർ ചിത്രമാണ്, ഒരു കാടിനകത്ത് അതിനകത്ത് പലതരം ജീവികൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു സാധനമാണ് അതിനകത്ത്. ആദ്യത്തെ പലതരം ജീവികളെ കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല നിങ്ങൾ. അതിൻ്റെ ഭയങ്കര രസമാണ് ആ കാണാനായിട്ട്, നല്ല മനോഹരമായിട്ട്. എനിക്കൊന്ന് ഇൻ്റർനാഷണൽ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ആളുകളൊക്കെയാണ് അതിനകത്തെ ചിത്രങ്ങൾ വരച്ചത്. അതിനൂർ റോയി ഒക്കെയാണ് അതിന് നേതൃത്വം നൽകിയത്. ആ പ്രോസസ്സ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ പാഠം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ ചിത്രം പഠിപ്പിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു 4 മാസം വേണം, ഒരു നല്ല അധ്യാപകൻ്റെ കയ്യിലാണെങ്കിൽ. പക്ഷേ നമുക്ക് ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നോക്കി ആദ്യത്തെ പഴയപടി തന്നെ ഇവർ ക്ലാസ്സിലെടുത്ത് നോക്കി പുസ്തകം എടുക്കുന്നു, പഠിപ്പിക്കുന്നു എന്ന രീതി പോകാനായിട്ടുള്ളതാണ്. അതിനകത്ത് 3 കാര്യങ്ങൾ ഒരു പാഠപുസ്തകത്തിനകത്ത് ഒളിപ്പിച്ചു. ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിനെ എനിക്ക് തോന്നുന്നൊരു 90 പേജിന് താഴെ മാത്രമുള്ള ഒരു ബുക്കാണ്. ഇതിന് മറന്നു കഴിഞ്ഞാൽ എത്ര പേജ് ഉണ്ടെന്ന്. അപ്പോൾ അതിനകത്ത് മാത്സ് പഠിക്കാം, അക്ഷരം പഠിക്കാം, EVS നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതി പഠനം നടത്താം. ഇപ്പം 3 കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുക സ്ഥാനത്തുണ്ട്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തതാണ് ഈ പാഠപുസ്തകം എന്ന് തിരിച്ചറിയാൻ തന്നെ അധ്യാപകർക്ക് അന്ന് മനസ്സിലാക്കാം. കാരണം ഈ 10 ദിവസത്തെ ട്രെയിനിങ്ങേ ഉള്ളൂ. നല്ല അധ്യാപകരുണ്ടാകും, നല്ല ഭയങ്കര ഭാവനയുള്ള അധ്യാപകരുണ്ടാകും. പക്ഷേ അന്നേരം അതിന് വ്യത്യസ്ത അനുഭവമായിരിക്കും അവർക്കുണ്ടാകുന്നത്. അതിനകത്ത് ഈ തീവണ്ടി പാഠം പിന്നെ അതായത് തീവണ്ടിയെക്കുറിച്ചുള്ള നമുക്കറിയാവുന്ന കൂകൂ തീവണ്ടി തരത്തിലൊരു കവിതയാണ്. പക്ഷെ അതിനകത്ത് ഒരു ട്രെയിൻ ഇങ്ങനെ മുകളിലോട്ട് പോയി, അതിൻ്റെ വലതേക്ക് പോയി, താഴേക്ക് ഇറങ്ങി അടുത്ത പേജിലേക്ക് പോയി, വീണ്ടും മുകളിലോട്ട് കയറുമായിരുന്നു. അപ്പോൾ താഴോട്ടുള്ള എല്ലാത്തിനും 4 ബോഗികളുള്ളൂ. മുകളിൽ തിരിഞ്ഞു വലതേക്ക് തിരിയുന്നതിനകത്ത് 3 ബോഗികളുണ്ടാവും. അപ്പോൾ അങ്ങനെ അതെന്തിനാണെന്നുള്ളത് യഥാർത്ഥത്തിൽ ഇത് ഒരു വലിയ ഡിസ്കഷനിലൂടെ ഇതുണ്ടാവുന്നു. ആദ്യം എന്ത് ശേഷിയാണ് ഒരു കുട്ടി ആർജിക്കേണ്ടത് ഈ പാഠം പഠിക്കുന്നത്, അതായിരിക്കും ആദ്യം നിശ്ചയിക്കുന്നത്. പാഠം പഠിപ്പിക്കുന്നതിനേക്കാൾ പ്രധാനം ആദ്യം ഈ 1-ാം ക്ലാസ് പാസ്സാകുമ്പോഴത്തേക്കിനും ഒരു കൊച്ചിന് എന്തെല്ലാം കഴിവുകൾ ഉണ്ടാവണമെന്ന് ആദ്യം നിശ്ചയിക്കപ്പെടും. ആ നിശ്ചയിച്ച ശേഷം അതിന് വേണ്ടിയിട്ടുള്ള പാഠങ്ങളെ അതിനകത്ത് അല്ലെങ്കിൽ അതിനകത്ത് വേണ്ട പാഠങ്ങൾ നിർമ്മിക്കുകയും. അതുകൊണ്ടാണ് ഇപ്പോഴും പറയത്തില്ലേ, പണ്ട് വള്ളത്തോളിൻ്റെയും കുമാരനാശാൻ്റെയും ഒക്കെ പാഠം പഠിച്ച് ചെറിയ ക്ലാസ്സിൽ പഠിച്ച് ഇവിടെ ഏതോ ഒരു കുട്ടപ്പൻ്റെയും ഏതോ ഒരു രാമേന്ദ്രൻ്റെയും ഒക്കെ കവിതയുണ്ട്. യഥാർത്ഥത്തിൽ അവർക്ക് അവിടെ കുട്ടിയെ കവിതയല്ല പഠിപ്പിക്കുന്നത്, നിങ്ങൾ യഥാർത്ഥത്തിൽ അവർക്കൊരു ശേഷി ഉണ്ടാകാൻ വേണ്ടി സാധനം. അപ്പോൾ ഇതിനകത്ത് എന്താ വിചാരിക്കുന്നത് വെച്ചാൽ കൂട്ടാനും കുറയ്ക്കാനും മൊത്തം എണ്ണാനും, അത് അങ്ങേറ്റം എണ്ണാനും വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ തീവണ്ടിയുടെ ഇതുകൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്നത് പറഞ്ഞു. അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം ഇന്ന ശേഷി വേണമെന്ന് തീരുമാനിക്കും. അത് ഇന്ന ടൈം കൊണ്ട് അല്ലെങ്കിൽ ഇന്ന ഇത് വെച്ചിട്ട് കുട്ടി ഇന്നതൊക്കെ ആർജിക്കണം. അപ്പോൾ ആർജിക്കാൻ വേണ്ടി അതിലൊരു പാഠം ആയിരിക്കും ഇത്. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് കൂട്ടുക എന്ന് പറയുന്നത് എത്തുന്ന സ്ഥലത്തായിരിക്കും ഈ തീവണ്ടി സംഗതി എത്തുക എന്ന് പറഞ്ഞു. അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇവർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യും. ആദ്യം അക്കാഡമിക് ആൾക്കാരിരിക്കും, അതിൻ്റെ കൂടെ പിന്നെ വിഷ്വലൈസേഴ്സ് ഇരിക്കുന്നു. അപ്പം വിഷ്വലൈസേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരാണ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിങ്ങനെ തീവണ്ടിയെ നമുക്ക് 10-24 ബോഗികളുണ്ടല്ലോ, തീവണ്ടിയെ വേണമെങ്കിൽ നമുക്കിങ്ങനെ ഡിസൈൻ ചെയ്ത് ചെയ്യാം. ഉടനെ ശരി അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് ചെയ്യുമ്പോൾ വളരെ നാച്ചുറലായിട്ടുള്ള ചിത്രവരയല്ല അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. മുമ്പത്തെ നമ്മുടെ പാഠപുസ്തകങ്ങളെല്ലാം മെഴുകുതിരി പ്രതിമ മാതിരിയുള്ള പടങ്ങളായിരുന്നില്ലേ, അതിനെ കംപ്ലീറ്റ് മാറ്റിമറിച്ചുകൊണ്ടാണ് ഇതിനകത്ത് ഭയങ്കര ജീവനുള്ള ഒരു ജീവനുണ്ടാകും. ഇപ്പം തീവണ്ടിക്കാണെങ്കിലും ഒരു ജൈവഭാവം കൊടുക്കുന്ന തരത്തിലായിരിക്കും അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രോസസ്സിലൂടെയാണ് ഇപ്പം ഈ പാഠപുസ്തകം ഉണ്ടാകുന്നത്. അത്
അത് മുഴുവൻ ട്രാൻസാക്ട് ചെയ്യേണ്ട ചുമതല മുഴുവൻ ഒരു അധ്യാപകൻ്റെ കയ്യിലായിരിക്കും വന്ന് വീഴുന്നത്, പ്രത്യേകിച്ച് 1ാം ക്ലാസ്സിൽ. ആ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ പിന്നെ മോശമായിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ആ പ്രോജക്റ്റ് തകർന്നു. അത് അപ്പം മുഴുവൻ അവിടെയാണ്. അപ്പം ഇതിൻ്റെ അടുത്തൊരു ഘട്ടം എന്ന് പറഞ്ഞ മുമ്പ് ഞാൻ സൂചിപ്പിച്ചോടി നമ്മുടെ ഈ രീതികളൊക്കെ കൊണ്ടുവന്നു. പക്ഷെ അതിനനുസരിച്ച് TTC ഉണ്ട്, ടീച്ചർ ട്രെയിനിങ് സംവിധാനത്തിൽ മാറ്റം വരുത്തില്ല. അവിടുന്ന് പുറത്തിറങ്ങി വരുന്ന ആളുകൾ ഇത് ചെയ്യണ്ട, പിന്നെ ഇത് സംശയിക്കണം. അപ്പം അത് ഈ അടുത്ത കാലത്താണ് എനിക്കൊന്ന് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് ആ സാധനത്തിനകത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളത്. ഇപ്പോഴും BEdനകത്ത് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള മാറ്റം വന്നിട്ടില്ല. അപ്പം യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ അത് പിൻവലിച്ചു എന്ന് പൂർണ്ണമായിട്ട് പറയത്തില്ല, പക്ഷെ അതിൻ്റെ സത്ത കുറച്ച് ചോർന്നു പോകുന്നതിന് ഇടയാക്കി. കാരണം ഈ അധ്യാപക പരിശീലനം പൂർണ്ണമായിട്ട് നൽകിയില്ല. അതുപോലെ തന്നെ പൊതുസമൂഹത്തിന് ആ കാര്യത്തിനകത്തൊക്കെ ഞാൻ 2 വർഷക്കാലത്തോളം ചുമതല ചെയ്തിരുന്നതാണ്. അതിനെ ബോധവൽക്കാൻ പൊതുസമൂഹത്തിൻ്റെ അടുക്കൽ ബോധവൽക്കരിക്കാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനകത്ത് ഞാൻ ഏറ്റവും സന്തോഷമുള്ള സംഗതി എന്ന് പറയുന്നത് അന്ന് നമ്മൾ MLA-മാരെ ഇതിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇരുന്നു. കാരണം അവരാണല്ലോ ഇതിനെ നാട്ടിൽ ആളുകളുടെ എടുക്കപ്പെട്ടു. അതിനുവേണ്ടി ഒരു വർക്ക്ഷോപ്പ് നടത്തി. ഒരു 2 മണിക്കൂർ നേരത്തേക്കിന് സ്കൂളുകളിൽ നടന്നിരിക്കുന്ന ആക്ടിവിറ്റികൾ. ഇപ്പം കുട്ടികൾ ഒത്തിരി കവിതകൾ എഴുതിയിട്ടുണ്ട്, കുട്ടികൾ ഒത്തിരി ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്, അവർ കഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കമ്പൈൽ ചെയ്ത് നിങ്ങൾ എന്നുള്ള അക്ഷരം പഠിക്കാതിരിക്കുന്നില്ല, ഇത് കമ്പൈൽ ചെയ്ത് ഇവർക്കൊരു വലിയ കമ്പൻറ്റീവായിട്ട് എല്ലാ MLA-മാർക്കും അന്നത്തെ കാലത്ത് കളർ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് പിന്നെ എല്ലാ MLA-മാർക്കും കൊടുത്തു. അതിനെക്കുറിച്ചിട്ട് പ്രസൻറ്റേഷനൊക്കെ നടത്തി. അന്ന് സുരേഷ് കുമാർ IAS ആയിരുന്നിരുന്നു ആ സമയത്ത്. ഈ DPP പ്രോജക്റ്റിൻ്റെ പ്രൊജക്ട് ഡയറക്ടറായിരുന്നിരുന്നത്. B വിജയകുമാർ അങ്ങനെയൊക്കെ കുറേ ആൾക്കാരും തന്നെ CRT-യിൽ ഉണ്ടായിരുന്നിരുന്നു. അപ്പം ആ കാലത്ത് ഇതിനെ യഥാർത്ഥത്തിൽ അതിനകത്ത് പൂർണ്ണമായിട്ടും രാഷ്ട്രീയമായിട്ടല്ല ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അവർക്ക് ബോധ്യപ്പെട്ട സമയത്ത്. അപ്പോൾ പ്രത്യേകിച്ച് അന്ന് പ്രദേശത്ത് ET മുഹമ്മദ് ബഷീറൊക്കെ കൂടുതൽ പഠിക്കുകയും അതുപോലെ PJ ജോസഫ് അന്ന് PJ ജോസഫ് ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. പിന്നെ നയനാർ മിനിസ്ട്രിയുടെ സമയത്താണ് PJ ജോസഫ് വളരെ പല സ്ഥലങ്ങളിൽ പോയി പല പാഠ്യപദ്ധതികളൊക്കെ പഠിച്ച് ഈ ഇസ്രയേലിൻ്റെ പാഠ്യപദ്ധതിയുടെ സ്ട്രെങ്ത് ഇങ്ങനെ പുള്ളി ഓരോ സ്ഥാനത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ മീറ്റിങ്ങുകളിലൊക്കെ പറയുമ്പോൾ അവിടെ ഇന്ന സംഗതികൾ ചേർക്കുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ നമ്പർ വളരെ കുറവാണ് അവിടെ, പക്ഷെ നമ്മൾക്ക് അങ്ങനെ കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. അത് ET മുഹമ്മദ് ബഷീറൊക്കെ വലിയ പിന്തുണ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രായോഗിക തലത്തിൽ അധ്യാപകരുടെ ഒരു ഇതെങ്ങനെ പ്രയോഗിക്കും എന്നുള്ളൊരു പിന്നെ ഒരു മനോഭാവത്തിൻ്റെ ഷിഫ്റ്റ് കൂടി വേണമല്ലോ. ഇന്നലെ വരെ ഉള്ളതല്ല ഇന്ന്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു 3-4 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഈ DPP എനിക്ക് തോന്നുന്നു. അപ്പോൾ ടീച്ചർ രാവിലെ വന്നിട്ട് ഞങ്ങളെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി ഇപ്പോൾ വാഴ കാണിക്കാനാണ് ഈ വാഴപ്പണയിലേക്ക് എല്ലാ കുട്ടികളെയും കൊണ്ടുപോകും. അപ്പോൾ വഴി നിന്നിട്ട് മാമിമാരൊക്കെ ചോദിക്കും ഇങ്ങനെ, സുമ ടീച്ചറെ ഇന്ന് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ടീച്ചറെ വാഴ കാണിക്കണം, അപ്പോൾ താഴെ പണയിൽ കൊണ്ടുപോകാമെന്ന് പറയും. സാർ അവിടെ നിന്ന് മുന്നോട്ട് പോയാൽ സാർ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഓരോ ക്ലാസ്സിലും കുട്ടി എന്തൊക്കെ സ്വായത്തമാക്കണം എന്നുള്ള ഒരു കാര്യം മുന്നേ ഡിസൈൻ ചെയ്യുക, അതിലേക്ക് കുട്ടിയെ എത്തിക്കുക. അപ്പോഴാണ് ഈ നിരന്തര മൂല്യനിർണ്ണയമൊക്കെ നമ്മൾ നിരന്തര മൂല്യനിർണ്ണയത്തിലേക്കൊക്കെ എത്തുന്നത്. അതിനെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പറയുന്നവരുണ്ട്. ഈ നിരന്തര മൂല്യനിർണ്ണയം വെറുതെ കുട്ടികൾക്ക് മാർക്ക് കൊടുക്കാനുള്ള ഒരു കാര്യമായെന്നും അത് പിന്നീട് കുട്ടികളുടെ പഠന നിലവാരത്തെ താഴേക്ക് വലിച്ചിട്ടുണ്ടെന്നൊക്കെ. എങ്ങനെയാണ് അത്തരം മുന്നേറ്റങ്ങളെ കാണുന്നത്? നിരന്തര മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് മറ്റേ ഇതിലേക്കൊന്നും ഒരിക്കലും ഇനി തിരിച്ചുപോക്കുണ്ടാവില്ല. കാരണം ലോകത്തെല്ലായിടത്തും പിന്നെ നിരന്തരം മൂല്യനിർണ്ണയം നടത്തിയിട്ടായിരിക്കും ചെയ്യുന്നത്. അതായത് വർഷത്തിൽ 2-3 തവണ നടത്തുന്ന ഒരു പരീക്ഷയിലൂടെ ഒന്നും ഒരു കൊച്ചിൻ്റെ കഴിവിനെ ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. കുട്ടിക്ക് പല കഴിവുകളുണ്ടാവും. പാടാനുള്ള കഴിവുണ്ടാവും, വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ടുള്ള കഴിവുണ്ടാവും, അതിനെ പ്രയോഗിക്കാനായിട്ടുള്ള അത് അറിഞ്ഞ അറിവിനെ പ്രയോഗിക്കാനായിട്ടുള്ളതും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ടൊക്കെയുള്ള ശേഷിയുണ്ടാവും. മറ്റ് ഇതൊന്നും അല്ലാത്ത വേറെ കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ മൂല്യനിർണ്ണയത്തിനകത്ത് ചേർക്കണം. അപ്പം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂല്യനിർണ്ണയം നടത്തുന്നതെന്ന് പറയുന്നത് പിന്നെ കൊച്ചിനെ തോൽപ്പിക്കാനോ ദീനോ വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് ചിലരത്ത് താഴെ പോകുന്നുണ്ടോ. ഇപ്പം പിന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ 24-ും
26 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ 50 കിട്ടേണ്ടത്. പക്ഷെ കുട്ടി 40 എന്നാണ് ഉത്തരം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് പൂർണ്ണമായും ഉത്തരം തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല. കാരണം കുട്ടിക്ക് 6 4 കൂടെ ചേർത്താൽ 10 കിട്ടും. അവിടെ അതുകൊണ്ട് 0 ചേർക്കണം എന്നുള്ള അറിവുണ്ട്. എന്നുവെച്ചാൽ ബേസിക്ക് കൂട്ടാനായിട്ടുള്ള ഒറ്റ അംഗത്തെ കൂട്ടാനുള്ള കഴിവ് കൊച്ചുണ്ട്. പക്ഷേ രണ്ടാമത്തെ 10ൻ്റെ സ്ഥാനം കൂട്ടുമ്പോഴത്തേക്കിന് അതിന് ഈ 1 എടുത്തിട്ട് ക്യാരി ഓവർ ചെയ്യുന്ന നമ്മുടെ പഴയില്ലേ, ആ സംഗതി കൊച്ചിന് അറിയത്തില്ലായിരിക്കും. അപ്പം എന്ന് വെച്ചിട്ട് ആ കുട്ടിക്ക് കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ആ കൺസെപ്റ്റിന് ഇങ്ങനെ ഒരു സാധനത്തിന് പരിഹാരം കൊച്ചിന് കൊടുക്കണം എന്ന് ടീച്ചറിന് മനസ്സിലാകണമെങ്കിൽ ഈ നിരന്തര മൂല്യനിർണ്ണയത്തിലൂടെ മാത്രമാണ്. അപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ 24 26 ഇപ്പം കുട്ടികൾ കൂട്ടുന്നത് അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല, ഒരേ തരത്തിലാവണമെന്നില്ല. 20 40 6 4 10 കൂടെ കൂട്ടി 50 ആക്കുന്നത്. അപ്പം കുട്ടി പലതരത്തിലായിരിക്കും ചെയ്യുന്നത്. പണ്ട് അങ്ങനെയുള്ള ഇതില്ല, അതെല്ലാം ലിമിറ്റഡ് ആയിരിക്കും. പണ്ട് ഈ മറ്റേ ശാസ്ത്രീയ സംഗീതത്തിനകത്ത് സ്വരങ്ങൾ ചിട്ടപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് കടകിട മാറാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ലളിത സംഗീതത്തിലെ പോലെയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണേലും അതിനെ ഇംപ്രവൈസ് ചെയ്യാനായിട്ട് പറ്റും, അതിനുള്ള സ്കോപ്പുണ്ട്. സാർ, ഇത് പറയുമ്പോൾ ഇതിനൊരു മറുവാദം കേട്ടിട്ടുണ്ട്. ഈ ശാസ്ത്ര വിഷയങ്ങൾ കുട്ടികൾ പഠിച്ചെടുക്കുകയും അത് ചിലപ്പോൾ പേപ്പറിലേക്ക് എഴുതുമ്പോൾ കൃത്യമായി പകർത്താൻ പറ്റിയില്ലെങ്കിൽ ആ കുട്ടി ആ വിഷയം പഠിച്ചിട്ടുണ്ടോ, ഗ്രഹിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് മാർക്ക് നൽകുക എന്നുള്ള സാധ്യം. പക്ഷേ ഇതിനൊരു മറുവാദം കേട്ടിട്ടുള്ളത്, കുട്ടിയോട് പട്ടിയെന്ന് എഴുതാൻ പറയുമ്പോൾ പന്നിയെന്ന് എഴുതുന്നു, പക്ഷേ പകുതി ശരിയാണല്ലോ, മാർക്ക് കൊടുക്കാം. ഇതാണ് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി സ്വന്തം പേരെഴുതാൻ അറിയാത്ത വിധം പുറത്തേക്ക് വരുന്നു എന്നുള്ള നമ്മൾ ഒരു കാലത്ത് ചർച്ച ചെയ്ത, ഇന്ന് രഹസ്യമായി പലരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിലേക്ക് കൂടി ആളുകൾ മുന്നോട്ട് വെക്കുന്നൊരു കാര്യം. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് മുമ്പ് പുറത്തിറങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അക്ഷരം പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടെന്നുള്ള വാദം അത്ര ശരിയല്ല. അത് കൂടുതലും പഠിച്ച് പുറത്തിറങ്ങിയ ശേഷം ആർജിച്ചിട്ടെടുത്തിട്ടുള്ള അറിവുകളായിരിക്കും. അല്ല, അതുപോലെ തന്നെ പഴയ സ്റ്റഡികളെല്ലാം പറയുന്നത് 31% ആളുകൾക്ക് അക്കാലത്തും എഴുത്തും നന്നായിട്ട് എഴുതാനും വായിക്കാനും അറിയത്തില്ലെന്നുള്ളതാണ്. അതിൻ്റെ പരിഹാരമായിട്ടാണ് പുതിയ പഠന സമ്പ്രദായം വന്നത്. അതിനെ വലിയ തരത്തിൽ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് പൊതുവെ ആൾക്കാർ ഉപയോഗിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമില്ലാതെ ഭാഗികമായ അറിവുകൾ മാത്രമുള്ള ആളുകൾ പറയുന്നൊരു സാധനമാണ് പകുതി എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. അത് കൂടുതലും സയൻസിനകത്താണ് പകുതിയുടെ ഇതുണ്ടാകുന്നത്. ഭാഷയ്ക്കകത്തൊന്നും അതൊരിക്കലും ഉണ്ടാകത്തില്ല. അതിനൊരു വേറൊരു മൂല്യനിർണ്ണയ രീതിയാണ്. ഇപ്പം നേരത്തെ വഴി ഓർമ്മശക്തി പരീക്ഷിക്കുന്ന മൂല്യനിർണ്ണയ രീതിയല്ല ഇപ്പം ഉള്ളതെന്ന് പറയുന്നത്. ആ ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു ആശയം നമുക്ക് കുട്ടി ഉൾക്കൊണ്ടിട്ടുണ്ടോ, ആശയം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതിനത് പ്രയോഗിക്കാൻ അല്ലെങ്കിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് കുട്ടിക്ക് പറ്റുമോ, അത് സ്വന്തം ജീവിതത്തിൽ അല്ലെങ്കിൽ എനിക്ക് ആവശ്യം വരുമ്പോൾ എനിക്കത് പ്രയോഗിക്കാനായിട്ട് പറ്റുമോ. ഇങ്ങനെ കുറേ ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളെല്ലാം ത്തിനും പ്രത്യേക തരത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യ രീതി, അല്ലെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മൂല്യനിർണ്ണയം എന്ന് ആണ് പറയുന്നത്. പക്ഷേ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് തന്നെ ഒരു എന്താണ് ലേണിംഗ് പ്രോസസ്സ്. നിങ്ങൾക്കിപ്പോൾ പരീക്ഷ പോലും ഒരു ലേണിംഗ് പ്രോസസ്സ് ആവണമെന്നുള്ളതാണ് ബേസിക് കൺസെപ്റ്റ്. ആ പരീക്ഷയിലൂടെ കടക്കുമ്പോൾ നമ്മൾ പുതിയൊരു കാര്യം പഠിക്കും. അപ്പോൾ ആ തരത്തിലാണ് അതായത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറയുന്നത്. ഓരോ സാധനത്തിനും ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ഈ ഒബ്ജക്റ്റീവ് കുട്ടി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും ഈ പരീക്ഷ അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്തുന്നതെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടായിരിക്കും. അത് കൊച്ചിനെ പരീക്ഷിക്കുകയല്ല ചെയ്യുന്നത്. കൊച്ചിനെ എത്രത്തോളം കൊച്ച് ഇത് ഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ അറിഞ്ഞതിന് ശേഷം ആ കൊച്ചിന് ആവശ്യം വേണ്ട ചില സപ്പോർട്ടീവ് സാധനം വേണ്ടി വരും. അത് കൊടുക്കുവാൻ വേണ്ടിയിട്ടൊക്കെയാണ് പരിഹാര ബോധന ഇതെന്നാണ് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പം അങ്ങനെ ചെയ്യുന്നത്. മാത്രമല്ല ഇതൊക്കെ അസസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഭാവിയിൽ വേറൊരു തരത്തിലേക്ക് വരാം. പക്ഷേ അസസ് ചെയ്യുന്നതിന് ഒത്തിരി ആക്ടിവിറ്റികൾ സ്കൂളിൽ നടക്കുന്നുണ്ടാവും. ഇവർ നടത്തിയിരിക്കുന്ന പ്രോജക്റ്റ് റിപ്പോർട്ടുകളുണ്ടാവും, ഗ്രൂപ്പ് ആക്ടിവിറ്റികളുണ്ടാവും. അപ്പോൾ ഇതിനകത്തെല്ലാം നടത്തിയിട്ടുള്ള ഇതിനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെ നിരന്തരം മൂല്യനിർണ്ണയം ചെയ്യുന്നു. ഏറ്റവും അവസാനം മറ്റൊരു സമ്മേറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് നടത്തുന്നു. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ മൂല്യനിർണ്ണയ രീതി. ഈ മൂല്യനിർണ്ണയ രീതിക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എല്ലാ ആൾക്കാരും ചോദിക്കും, ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ പഠിക്കുന്ന സംഗതി. ഓർമ്മ ഇപ്പം പ്രധാനമല്ല, നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എൻ്റെ 1 2 2
ഈ 4 എന്ന് പറഞ്ഞ് നിങ്ങൾ പട്ടിക ഗുണനപ്പട്ടികയൊന്നും പഠിക്കുന്നില്ല, ഒന്നും കാണാതെ പഠിക്കുന്നില്ല. അതല്ല, കവിത കാണാതെ പഠിക്കുന്നില്ല, പാഠഭാഗങ്ങൾ കാണാതെ പഠിക്കുന്നില്ല തുടങ്ങിയ ഇതുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഭാവിയിൽ എന്തായി തീരും എന്നൊക്കെ ഒരു ഇതുണ്ട്. മറ്റ് പരീക്ഷകൾക്ക് ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും? സ്വാഭാവികമായിട്ടും രക്ഷിതാക്കളും പിന്നെ എല്ലാം ഉണ്ടാകുന്ന സംഗതിയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ മാത്രമല്ല, എല്ലാ പരീക്ഷകളുടെ രീതികളിലും ഈ പഴയ ഓർമ്മശക്തി പരീക്ഷിക്കുന്ന രീതിയൊക്കെ മാറി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആണെങ്കിലും നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആണെങ്കിലും ഈ IIT തുടങ്ങിയിട്ടുള്ള ഇതിലോ മെഡിക്കൽ കോളേജുകൾക്കുള്ള പരീക്ഷകൾ, കീം തുടങ്ങിയുള്ള എല്ലാ പരീക്ഷകൾക്കും ഇപ്പം ഈ തരത്തിലുള്ള ഇതാണ്. നിങ്ങളുടെ കയ്യിൽ ഉള്ള അറിവ് എന്താണ് എന്ന് അറിയാനായിട്ട്, അല്ലാതെ അറിവിനെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ള തരത്തിലായിരിക്കും ചോദിക്കുന്നത്. ആ പരീക്ഷാ സമ്പ്രദായം അങ്ങനെ തന്നെയായി. അതുകൊണ്ട് ഓർമ്മശക്തി പരീക്ഷിക്കുന്ന അല്ല ഇപ്പോഴത്തെ ഒരു പരീക്ഷകളും. അത് നിങ്ങളുടെ കയ്യിൽ ആയുധമുണ്ടോ, നിങ്ങൾ പഠിച്ചത് നിങ്ങളുടെ കയ്യിൽ ആയുധമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട്, നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ് പരീക്ഷിക്കുന്നത്. അതിനകത്ത് എത്രമാത്രം സ്കില്ലുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് നോക്കുന്നത്. സാർ, ഇത് പറയുമ്പോഴേ എനിക്കൊരു സംശയം. സാറ് പറഞ്ഞത് ഈ ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികൾ സ്വാംശീകരിക്കുക, അപഗ്രഥിക്കുക, ഇതൊരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റാണ് അവിടെ നടക്കുന്നത്. ഈ പ്രക്രിയ നടക്കേണ്ടത് അവനവൻ്റെ മാതൃഭാഷയിലാണോ അതോ ഇംഗ്ലീഷ് ഭാഷയിലാണോ എന്നുള്ള ഒരു വലിയ സംശയമുണ്ട്. കാരണം ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനോടുള്ള ഒരു വലിയ ഫാസിനേഷൻ ഉണ്ടാവുകയും നമ്മളെല്ലാവരും CBSE ആണ് ശരിയെന്നും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് ഞങ്ങളെ കുട്ടികളെ ചേർക്കണമെന്നുമുള്ള അതിന് സാമൂഹ്യപരമായിട്ടുള്ള വലിയ കാരണങ്ങളൊക്കെ വേറെ തന്നെ ഉണ്ടാവാം. ഗവൺമെൻറ് സ്കൂളുകൾ തന്നെ ഒരു ഡിവിഷൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണം എന്നുള്ളത് നമ്മൾ സർക്കുലർ ഇറക്കുകയൊക്കെ ചെയ്ത കാലത്താണ്. ഞാൻ ചോദിക്കുന്നത്, ഈ സാറ് പറഞ്ഞതുപോലെ കുട്ടികളെ അപഗ്രഥിക്കുകയും ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അവരിൽ നടക്കുകയും ചെയ്യേണ്ടത് മാതൃഭാഷയിലാണോ അതോ ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ഭാഷ എന്ന നിലയ്ക്ക് നടക്കുന്നത് കൊണ്ട് കേടൊന്നുമില്ല എന്നുള്ളതാണോ? വലിയ കേടുണ്ട്. അതിൻ്റെ കുട്ടിയല്ല കുറ്റക്കാരൻ, അത് രക്ഷിതാക്കളും പൊതുസമൂഹമാണ് അതിനകത്ത് കുറ്റക്കാരായിട്ടുള്ളത്. ഇപ്പം തന്നെ പ്രകടന പത്രികകളിൽ പലരും പറഞ്ഞ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഗവൺമെൻറ് സ്കൂളിൽ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇതിന് വലിയ വ്യത്യസ്ത മാതൃകകൾ കേരളത്തിലുണ്ടാകുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഞെട്ടും, 65% കുട്ടികൾ SLC എഴുതുന്നത് ഇംഗ്ലീഷിലാണ്. 65% കുട്ടികൾ ഇംഗ്ലീഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്തവണത്തെ അതിൽ കൂടുതലാണോ എന്ന് എനിക്കറിയത്തില്ല. 35% പേരെ മലയാളം മീഡിയത്തിൽ പഠിക്കുന്നുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതായത് നമ്മുടെ സംസ്ഥാന സിലബസിലാണ്. പിന്നെ നിങ്ങൾ 8 മുതലുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ ഇതില്ല. പക്ഷേ 1 മുതൽ 5 വരെയുള്ള ഇതിനകത്ത് ആണെങ്കിലും മാതൃഭാഷയിൽ മാത്രമായിരിക്കണം പിന്നെ ഈ കുട്ടികൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞത്. അതിനകത്ത് ഒരു തർക്കം വേണ്ട. ലോകത്തെല്ലായിടത്തും എങ്ങനെയാണ് മറ്റ് ഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ഗ്യാപ്പിനിടയിലേ അടുത്ത ഭാഷയിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അത് കൂടുതലും ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ്, അതായത് രക്ഷിതാക്കൾ ഉണ്ടാക്കുന്ന സമ്മർദ്ദം മൂലമാണ് കുട്ടികൾ അതിനകത്ത് പോകുന്നത്. മാത്രമല്ല, കുട്ടികൾക്ക് ഇതിൻ്റെ പുറത്ത് വലിയ സമ്മർദ്ദവും ടെൻഷനും ഉണ്ടാക്കുന്നുണ്ട് സാർ ഈ മറ്റു ഭാഷയിനകത്ത്. അതായത് നമ്മൾ അതായത് ഒരിക്കലും പിന്നെ നമ്മളെല്ലാം കൂടുതൽ ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ മലയാളത്തിൽ ചിന്തിച്ച് ഇതിന് സമാനമായ മറ്റൊരു പദം ഇംഗ്ലീഷിൽ കണ്ടെത്തി അതിനെ നമുക്ക് വ്യത്യസ്തമായ ഘടനയുള്ള ഒരു ഭാഷ, വാക്യഘടനയൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു വാക്യഘടനയുള്ള ഭാഷയിലേക്ക് എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. എടുത്തു മാറ്റുമ്പോൾ നടത്തുന്ന സംഘർഷം കൊണ്ട് കൊച്ചു നോൺ പ്രൊഡക്റ്റീവ്, അതായത് ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് വിമുഖതയുണ്ടാവും. നേരെ മറിച്ച് നമ്മൾ പ്രൊഡക്റ്റീവ് ലിംഗ്വലായിരിക്കും. മനസ്സിലായി? അതായത് ഒരു ഭാഷ മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഒരു പിന്നെ ഇത് പണ്ട് മുതൽ ഞങ്ങളുടെ കാലം മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ തലമുറ മുതൽ എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഇതെല്ലാം പഴയ തലമുറയിൽ എല്ലാം ശരിയായിരുന്നിരുന്നു എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ അന്ന് നടന്നത്. പക്ഷേ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നടക്കുന്നത് എന്താണെന്ന് ഇവർ പോയി കണ്ടിട്ടില്ലാത്തതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനം. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ആൾക്കാർ ഈ അടുത്ത കാലത്തൊക്കെ എഴുതുന്ന കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇവിടെ പിന്നെ സ്കൂളുകളിലൊന്നും നടക്കുന്നില്ല, സ്കൂളുകളെല്ലാം മോശമായിട്ടുള്ള കാര്യങ്ങളാണ്, മോറൽ ഇത് നടക്കുന്നില്ല. ഇപ്പോൾ എന്താ, കുട്ടികൾ വളരെ സത്യസന്ധമായിട്ട് പെരുമാറുന്നു കുട്ടികൾ. നിങ്ങൾ ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുട്ടികളെ, ഇപ്പം ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മുടെ കൂടെ എല്ലാവരുടെയും കൂടെ ആണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അവരെ പണ്ടത്തെ വഴി അവർ കളിയാക്കുന്നില്ല, അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ കുട്ടികളും ഇവനെ എൻ്റെ ഒരു താങ്ങ് ആവശ്യമുണ്ട്, എൻ്റെ ഒരു കരുതൽ ആവശ്യമുണ്ടെന്ന് ഓരോ കുട്ടിക്കും അറിയാം.
ആ തരത്തിൽ കുഞ്ഞുങ്ങൾ നമ്മളെക്കാളൊക്കെ വളരെ കുറച്ചുകൂടെ മുതിർന്ന തരത്തിലുള്ള പൊളിറ്റിക്കൽ കറക്ഷൻസ് കുട്ടികൾക്കൊക്കെ ഉണ്ട്. അത് വീട്ടിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെ അത് ഈ മുമ്പ് ഉണ്ടായിരുന്നതിനകത്ത് എൻ്റെ ഭാര്യ ടീച്ചറായിരുന്നിരുന്നു. അപ്പം അതിന്നും എനിക്കാണെങ്കിൽ രാത്രി ഞാൻ വൈകി വരുന്നു. അതിനുശേഷം പല സാധനങ്ങളും ഇതൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ഉണ്ടാക്കി പല ഇതൊക്കെ ആയിട്ട് 2 ബാഗുകളായിട്ട് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആദ്യമൊക്കെ ഇതിനകത്ത് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കും, ഇതെങ്ങനെ ഉണ്ടാക്കും, ഒരു ചോദ്യ പേപ്പർ എങ്ങനെ ആയിരിക്കും ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റിനെയൊക്കെ നമ്മൾ തന്നെ ടീച്ചർ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അതിലെ ഒരു രസമുള്ളത് ഒരു പ്രൊവിഷൻ സ്റ്റോറിനകത്ത് നമുക്ക് കിട്ടുന്ന ബില്ലിനെ പലതായിട്ട് കീറിയിട്ട് അത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചില പാർട്ടും മുറിച്ച് കളഞ്ഞു. അത് മിൽമയുടെ വിലയായിരുന്നു. അന്ന് 16 രൂപയാണ്ട് വിലയുള്ള മിൽമയുടെ വില മാത്രം അതിനകത്ത് 2 മിൽമ കവർ വാങ്ങിച്ചതായിട്ട് അതിനകത്ത് കാണാം. അപ്പം അതാണ് കൊടുത്തിരിക്കുക. അപ്പോൾ ആ കണക്ക് കൂട്ടുന്നതിനകത്ത് ഒരു സാധനം മിസ്സിങ് ആണ്. ഞാൻ ചോദിച്ചത് ഇത് ശരിയല്ലോ, അതിനകത്ത് കൊച്ചു കണക്ക് കൂട്ടാനില്ല. അപ്പം പറഞ്ഞു അതല്ല, മിൽമ പാല് വാങ്ങിക്കാത്ത ഒരു കുട്ടി പോലും എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നില്ല. അപ്പോൾ ആ വീട്ടിൽ നടക്കുന്ന ആക്ടിവിറ്റി എന്താണ് എന്നാൽ അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്നതിനെ കുട്ടി അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ചേർക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞ് പറഞ്ഞ മുഴുവൻ കുട്ടികൾക്കും അറിയായിരുന്നു. അത് ആരും എൻ്റെയൊക്കെ ചോദിച്ചില്ല മിൽമയുടെ വില എത്രയാണെന്ന് എൻ്റെയൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ചില ആക്ടിവിറ്റികളാണ് നമ്മുടെ ക്ലാസ്സിൽ നടക്കുന്നത്. ഞാൻ എൻ്റെ വൈഫിൻ്റെ ഇതുകൊണ്ട് പറയുന്നത്. സർ, നമുക്ക് കണ്ടന്റിൽ വരുന്ന ഇത്തരം മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അതിന് മുന്നേ എനിക്ക് തോന്നുന്നു കേൾക്കുന്നവർക്കൊരു സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞങ്ങളുടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒരു കാര്യം കൂടി ചോദിക്കുന്നു. നമ്മൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ നിന്നാണ് ഇങ്ങോട്ട് ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമോ? അതായത് പുറത്തൂർ സ്കൂളെന്ന് പറഞ്ഞാൽ ഒരിക്കൽ നമ്മുടെ ഹരിത വിദ്യാലയം ഷോ നടക്കുമ്പോൾ പുറത്തൂർ സ്കൂളിനകത്ത് 28 ക്ലാസ്സുകൾ അവർക്കുണ്ട്. 28 ക്ലാസ്സുകളിനകത്ത് 25 മലയാളം മീഡിയമാണ് നടക്കുന്നത്. ഇപ്പോൾ ഇത്തവണത്തെ ഹരിത വിദ്യാലയം 4-ൽ മലപ്പുറത്തെ ഒരു സ്കൂള് പൂർണ്ണമായും 100% കുട്ടികളും മലയാളം മീഡിയത്തിൽ മാത്രമാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് അവർ ഇതെന്ന് വെച്ചാൽ അവർ രക്ഷിതാക്കളെ ബോധവൽക്കരിച്ച് എങ്ങനെയാണ് നിങ്ങൾ മലയാള ഭാഷയിൽ തന്നെ നിങ്ങളുടെ മാതൃഭാഷ പഠിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്നൊക്കെ അവരെ ബോധവൽക്കരിച്ച ശേഷം ഇന്നവിടെ അഡ്മിഷൻ നടത്താനായിട്ട് പറ്റത്തില്ല. കാരണം അത്രമാത്രം അവരുടെ ക്ലാസ് റൂമുകളെല്ലാം നിറഞ്ഞു. ഇനി പുതിയ ക്ലാസ് റൂം കിട്ടിയാൽ മാത്രമേ അവർക്ക് കുട്ടികളെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരുടെ ഒരു വലിയ മോഡൽ ഉണ്ട്. പരിയാരം സ്കൂളാണെന്ന് എൻ്റെ ഓർമ്മ. പരിയാരം അല്ല, പുറത്തൂർ സ്കൂളും അത് ഇതേ തരത്തിൽ തന്നെ കൂട്ടായ്മ നടത്തിയ അധ്യാപകർ, നാട്ടിലെ പൊളിറ്റീഷ്യൻസിനെ ആദ്യം ഇവരെല്ലാം രാഷ്ട്രീയക്കാരെയാണ് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ഇതെവിടെ നിന്ന് രക്ഷിതാക്കൾക്ക് വേണ്ടി പ്രത്യേക ക്ലാസ്സുകളൊക്കെ നടത്തിയിട്ടാണ് ഈ ഇംഗ്ലീഷ് മീഡിയത്തെ അവിടെ ഇല്ലാതാക്കുക. അങ്ങനത്തെ ഒരു പ്രോസസ്സ് വേറൊരു തരത്തിൽ ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. ഇപ്പം ഈ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ഇനി അടുത്ത വർഷം മുതൽ ഉണ്ടാക്കില്ല എന്ന് ഇത്തവണ ഹരിത വിദ്യാലയത്തിൽ പങ്കെടുത്തൊരു സ്കൂളും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴുണ്ടാകുന്നൊരു സ്വാഭാവികമായ സംശയം, നിങ്ങളൊരു 10ാം തരം വരെ ഓക്കെ, അത് കഴിഞ്ഞ് +1, +2 ഉന്നത വിദ്യാഭ്യാസം, ഇനി ഒരു ഗ്ലോബൽ ചൈൽഡായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലോകത്തോട് സംവദിക്കാൻ അവനെ പ്രാപ്തനാക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം ഇംഗ്ലീഷ് ഭാഷ വളരെ കൂടിയല്ലേ തീരുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഭാഷയെ കുട്ടിക്കൊപ്പം കൊണ്ടുപോകേണ്ടത്? അതെങ്ങനെയായിരിക്കണം? അത് യഥാർത്ഥത്തിൽ സ്കൂളിൽ നിന്ന് തന്നെ നടക്കുന്നുണ്ട്. ഇതിനെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യണം. ഇപ്പം അടുത്ത ജനറേഷൻ ഇഷ്യൂസിനകത്ത് പ്രധാനപ്പെട്ട സാധനം അത്. ഇപ്പം തന്നെ കൈറ്റൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഈ ക്യൂബ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട്. അത് ചെറിയ ക്ലാസ്സിൽ അപ്ലൈ ചെയ്യും. ഇവിടെ പ്രൈമറി ക്ലാസ്സിനകത്ത് അവിടെ സ്കൂളുകളിലെല്ലാം ലാപ്ടോപ്പ് ആവശ്യത്തിനുള്ള ലാപ്ടോപ്പൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഹിയറിങ്ങിനുള്ളൊരു ഇതും കൂടെ വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ബോക്സും കൂടെ വെച്ചാൽ, പിന്നെ ഇങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കഥകൾ കേൾക്കാം, ഇംഗ്ലീഷിലുള്ള കഥകൾ കേൾക്കാം, കുട്ടിക്കഥകൾ കേൾക്കാം. ഇനി കേട്ട കഥയെ നമുക്ക് അങ്ങോട്ട് പറഞ്ഞ് നോക്കാം. എന്നിട്ട് അതിനകത്ത് നമ്മുടെ പ്രൊണൗൺസിയേഷൻ ശരിയായിട്ടില്ലെങ്കിൽ അതിനെ വീണ്ടും നമുക്ക് മെച്ചപ്പെടുത്താം. നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ, പ്രോസസ്സ് ഒത്തിരി ഇൻട്രാക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ്. അത് വേണമെങ്കിൽ കൊച്ചു മാത്രം ആയിട്ടും കേൾക്കാം. ടീച്ചറിനത് നോക്കാം, വേണം കൊച്ചിന് എന്തെല്ലാം പിശകുകൾ പറ്റിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ കുട്ടിക്ക് രഹസ്യമായിട്ട് വേണേലും ഇത് ചെയ്യാം. അപ്പോൾ അതന്നെ ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു അതുവഴി തന്നെ ഹിന്ദിക്കും അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഹിന്ദിയും ഇത് ഭാഷ നമ്മൾ സംസാരിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഇതില്ലാത്തത്. എന്താ നമുക്ക് പറയാനായിട്ടുള്ളൊരു
ആ ബോധം നമുക്കുണ്ട്, ഭാഷയെക്കുറിച്ചിട്ടുള്ള അറിവ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അതിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഇത് ചെയ്യാനായിട്ടുള്ള പ്രയോഗിക്കാൻ കഴിയുന്നില്ല. അതിനുള്ള അവസരങ്ങൾ ഇപ്പം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇംഗ്ലീഷ് പഠനത്തിനകത്ത് അതിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടുള്ള സംഗതി. അത് ഇപ്പോൾ ഈ പുറത്തൂർ സ്കൂളിലൊക്കെ നമ്മുടെ ഹരിത വിദ്യാലയത്തിൽ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികളെ മുഴുവൻ നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഈ യൂണിസെഫിൻ്റെ പ്രതിനിധി വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് പീയൂഷ് ആൻ്റണിയുടെ ആയിട്ട് വളരെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നെ ഇംഗ്ലീഷ് കുട്ടികൾ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് കൃത്യമായി നമുക്ക് കൊടുത്തിരിക്കുന്ന രീതിയിലുള്ള ട്രാൻസാക്ഷൻസും ക്ലാസ് റൂമിൽ നടന്നാൽ മാത്രം മതി ഇംഗ്ലീഷിൽ. പക്ഷെ അത് പലപ്പോഴും നടക്കുന്നില്ലെന്നുള്ളതാണ്. അത് ട്രെയിനിങ്ങിലൂടെ പൂർത്തിയാക്കാനായിട്ടുള്ളതേ ഉള്ളൂ. അത് യഥാർത്ഥത്തിൽ സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് സക്സസ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു പഠനമുറി എന്താണ് സമഗ്ര പ്ലസ് എന്നൊരു പോർട്ടലുണ്ട്. അതിനകത്ത് കൊച്ചിന് ലോഗിൻ ചെയ്തിട്ട് എനിക്ക് ഇതിൻ്റെ സ്വന്തം നിലയിൽ ഇത് ചെയ്യാൻ പറ്റും. അത് ക്രിക്കറ്റോ ഏതോ സാധനങ്ങളോ ഒക്കെ സംസാരിച്ച് നമുക്ക് നമ്മുടെ ഭാഷ നന്നാക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുന്നത്. എന്തായാലും ടെക്നോളജി അതിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അതിനേക്കാൾ ഏറെ പ്രധാനം എന്ന് വെച്ചാൽ ക്ലാസ് റൂമിനകത്ത് സപ്പോർട്ടീവ് ഇതുണ്ടാവണം. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചെറിയ മാറ്റം ഇപ്പം വന്നിരിക്കുന്നു പറയുന്നത് ഗവൺമെൻറ് നയം എന്നൊക്കെ പറയുന്നത് ഈ ഹൈസ്കൂൾ മുതൽ മുമ്പ് ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നു എന്ന് വെച്ചാൽ ഏതെങ്കിലും സബ്ജക്റ്റിലെ എക്സ്പെർട്ടായിട്ടുള്ള അധ്യാപകരായിരുന്നു. ഇപ്പോൾ അതിന് പകരം ഇംഗ്ലീഷ് തന്നെ പഠിച്ച് അതിൽ തന്നെ BEd എടുത്തിട്ടുള്ള അധ്യാപകരെ കൊണ്ട് ഇത് ചെയ്യുന്നതോടെ ഇപ്പോഴത്തെ സാഹചര്യം മാറി. പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ള സാധ്യതയൊന്നും അതൊന്നും ശരിയൊന്നുമല്ല. അതിനകത്ത് വളരെ ഒരു 10-20% ആളുകൾ മാത്രമേ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മീഡിയം ആയതുകൊണ്ട് മാത്രം ഇടണമെന്നില്ല. സാർ, ഇതിൽ നിന്ന് കുറച്ചുകൂടി മുന്നേക്ക് പോയാൽ ഈ പൊതുവിദ്യാഭ്യാസ രംഗത്തെ തിരിച്ചു പിടിക്കുന്നതിൽ ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് വലിയ പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണ് അന്ന് നമ്മൾ നടപ്പിലാക്കിയത് എങ്ങനെയാണെന്ന് ആ പ്രോസസ്സ് ഒന്ന് പറയൂ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് അതായത് നമ്മൾ 4 മിഷനുകളായിരുന്നു ഉണ്ടാക്കിയത്. ഒന്ന് ആരോഗ്യരംഗം, അത് വളരെ പഠനം നടത്തിയിട്ടാണ് ഈ ഗവൺമെൻറ് വന്ന സമയത്ത് പഠനം നടത്തിയിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഇഷ്യൂസ്. 4 പ്രധാന ഇഷ്യൂസാണ്. ഒന്ന് നമ്മുടെ ഈ വൃത്തിയില്ലായ്മ, അതിന് അതുപോലെ വെള്ളം സംരക്ഷിക്കാതിരിക്കുന്നു, വെള്ളം മലിനമാകുന്നു. അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹരിത കേരളം, അതിനെ കൃഷിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഹരിത കേരള മിഷൻ. 2 നമ്മുടെ ആരോഗ്യരംഗം ഒന്നും മെച്ചപ്പെടുത്തിയാൽ മാത്രമേ സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാകുന്ന തരത്തിലുള്ള ചികിത്സ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും താഴത്തെ തലം വരെ ഡോക്ടറുടെ സേവനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആർദ്ര മിഷൻ. ലൈഫ് വീട് മാത്രമല്ല ഉപജീവനവും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ലൈഫ് പദ്ധതി. അപ്പോൾ ഇതിനെല്ലാം പേര് ഭയങ്കര രസമായി. 3 നല്ല പേര്: ആർദ്രം, ലൈഫ്, ഹരിത കേരളം. ഇതൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമുള്ളത്. നേരെ മറിച്ച് ഇത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അപ്പം അതിൻ്റെ ക്യാമ്പയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ബേസിക്കലി ഒരു PR ക്യാമ്പയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പലതവണ മിനിസ്റ്ററുടെയൊക്കെ പോയിട്ട് പറഞ്ഞു, സാർ ഇതിനൊരു മുഖം വേണം. ആ മുഖമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പുള്ളി പറഞ്ഞത്. അതല്ല, പക്ഷേ നമുക്കൊരു പേര് എന്തെങ്കിലും വിദ്യാഭ്യാസ വകുപ്പിനകത്ത് ഈ പേരുകൾ കൊണ്ട് വലിയ പ്രശ്നമായിട്ടിരിക്കും. അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ ആളുകൾ അത് തന്നെ പറയട്ടെ. അപ്പോൾ യഥാർത്ഥത്തിൽ ആ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നുള്ള പേര് ആവർത്തിച്ച് പറഞ്ഞപ്പം ആളുകളിൽ തന്നെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കേണ്ടതാണെന്നുള്ളൊരു അറിയാത്ത, അതേസമയം അത് ആർദ്രത്തിനോ ലൈഫിനോ ആർക്കും കിട്ടിയിട്ടില്ലാത്ത ഒരു സ്ട്രെങ്ത് അതിനകത്തുണ്ട്. അപ്പം അന്ന് നമ്മുടെയൊക്കെ ആർഗ്യുമെന്റ് തെറ്റായിരുന്നു എന്നുള്ളതാണ്. അതിൽ അതിന് ചീഫ് മിനിസ്റ്ററുടെ ഒരു വലിയ സ്റ്റാൻഡ് വളരെ പ്രധാനപ്പെട്ട, അതായത് പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകരും സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന മുഴുവൻ ആളുകളും കുട്ടികളെ കൊണ്ടുവന്ന് പൊതുവിദ്യാലയങ്ങളിൽ ചേർത്തോണമെന്ന് പറഞ്ഞു. അതോടുകൂടിയിട്ട് അതായത് നിങ്ങളുടെ ഉത്തരവാദിത്വം നോക്കണം. അതായത് നിങ്ങളുടെ അധ്യാപകരാണെങ്കിൽ നിങ്ങളുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ കൊടുക്കുന്ന ഉറപ്പാണ് എൻ്റെ മകൻ എൻ്റെ മകൾ ഈ സ്കൂളിലാണ് പഠിക്കുന്നതെന്ന്. അതൊരു വലിയ കമ്മ്യൂണിക്കേഷൻ, അത് ഭയങ്കര സ്ട്രാറ്റജിക്കലി. അതോടുകൂടിയിട്ട് അധ്യാപകർക്കും ഒരു ഉണർവുണ്ടായി, ശരി ഇത് നമുക്കിത് ഏറ്റെടുക്കണമെന്ന്. എൻ്റെ വീടിന് ഞാൻ പഠിച്ച സ്കൂളിനെ നന്നാക്കണമെന്ന് എനിക്കും ഒരു ഇതുണ്ടാകും. അപ്പം അങ്ങനെ ഓരോ ആളുകളും വെളിയിൽ വിദേശത്ത് നിന്നൊക്കെ ആളുകൾ പണമില്ലെങ്കിൽ വേണമെങ്കിൽ
പിന്നെ പൊതു ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് വെളിയിൽ നിന്ന് പിന്നെ സമാഹരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് മെച്ചപ്പെടുത്താം. ഇങ്ങനെയൊക്കെയുള്ള പിന്നെ സ്കോപ്പൊക്കെ അതിനകത്തുണ്ടായിരുന്നു. പലതരത്തിലുള്ള ഇപ്പം പിന്നെ മതിൽ കെട്ടണം, അല്ലെങ്കിൽ ഒരു പിന്നെ ഏറ്റവും കൂടുതൽ യൂറിനലുകൾ കെട്ടണം, ഇങ്ങനെയൊക്കെയുള്ള സാധനത്തിന് വേണ്ടിയിട്ട് വെളിയിൽ നിന്ന് പൈസ തന്നിട്ടുണ്ടാവും. പക്ഷേ അതിനേക്കാളേറെ ഈ കിഫ്ബി ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്തതോട് കൂടിയിട്ട് വേറെ തരത്തിലേക്കുള്ള എനിക്കൊന്ന് 3000 കോടി രൂപയുടെ മറ്റോ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതായിരുന്നു ഹൈടെക് ആക്കുക എന്ന സംഗതി. അത് ആ സമയത്ത് ഈ ഹൈടെക് ആകുക ഇപ്പം ഇത്രയും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ വളരെ സക്സസ് ആകുന്നുണ്ട്. ഏറ്റവും വലിയ തെളിവെന്താണ്? സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം വളരെ കൂടി. അത് ഓരോ വർഷം 18,000 28,000 അങ്ങനെ ഓരോ വർഷം ഇങ്ങോട്ട് കൂടി വന്നു. അതെനിക്ക് ഒന്ന് ഒന്നാം ക്ലാസ്സിൽ കുറവ് വരും. കാരണം എന്താ വെച്ചാൽ സ്വാഭാവികമായും നമ്മുടെ കുട്ടികളുടെ എണ്ണത്തിന് നമ്മുടെ ജനസംഖ്യ പുറകോട്ട് പോകുന്നതിൻ്റെ ചെറിയ പ്രായത്തിൽ ഇതുകൊണ്ട് കുറയും. പക്ഷേ 8ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ കുട്ടികൾ കൂടിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ ഏതാണ്ട് എനിക്കൊന്ന് സ്റ്റേബിളായിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് മുഴുവൻ വരുന്നത് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന തരത്തിലാണ്. ഇപ്പം ഈ ഹൈടെക് ആക്കിയതെന്ന് പറയുന്നത് അതിൻ്റെ ഒപ്പവും ഞാൻ കുറേ സഞ്ചരിച്ചിട്ടുണ്ട് സംഗതി. നിങ്ങളിപ്പം ഹൈടെക് ആക്കണമെന്നുണ്ടെങ്കിൽ ക്ലാസ് മുറികളിൽ കൊണ്ട് ഈ പ്രൊജക്ടർ വെക്കണം. ക്ലാസ് മുറി പ്രൊജക്ടർ വെക്കുന്നതിൽ അതിന് പകരം നമ്മൾ തന്നെ ടീച്ചേഴ്സ് റൂമിൽ വെച്ചാലും മതിയാവും. എന്നിട്ട് ഓരോരുത്തർക്ക് ആവശ്യമുള്ളവർ എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷെ അങ്ങനെയൊന്നും വെച്ചാൽ സ്കൂളുകൾ വർക്ക് ചെയ്യത്തില്ല. അതായത് അവിടുന്ന് ഒരു പ്രൊജക്ടർ കൊണ്ടുവന്നു, അവിടെ കൊണ്ടു വെക്കുന്നു, ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോകുന്നു, അതിനെ കണക്ട് ചെയ്യുന്നു, സ്പീക്കർ വയ്ക്കുന്നു. ഇതൊന്നും പ്രായോഗികമായിട്ട് നടക്കത്തില്ല. ഈ പ്രോസസ്സിന് തന്നെ ഒരു 10-20 മിനിറ്റ് വേണ്ടി വരുന്നതുകൊണ്ട് ക്ലാസ് ആകെ 40 മിനിറ്റുള്ള ക്ലാസ്സിനിടയിൽ ഇത് നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് അടച്ചുറപ്പുള്ള റൂം വേണം ആദ്യം. 45,000 ക്ലാസ് റൂമുകൾ അടച്ചുറപ്പുള്ള ഡെസ്ക് ഫ്രീ തരത്തിൽ ഇതാക്കി അവിടെയെല്ലാം ഇലക്ട്രിഫിക്കേഷൻ കൊണ്ടുവന്ന് വേണം. അല്ലാതെ പെട്ടെന്ന് നമുക്ക് കൊണ്ടുവന്ന് വെക്കുന്നു, ഈ പ്രൊജക്ടർ വയ്ക്കുന്നു. അപ്പോൾ ഈ പ്രൊജക്ടറും വെച്ചു. എന്തിനാ പ്രൊജക്ടർ വെച്ചത്? പ്രൊജക്ടർ വെച്ചുകൊണ്ട് പിന്നെ ടീച്ചർക്ക് എന്താ ഗുണം? ടീച്ചർക്ക് അത് ഉപയോഗിക്കാൻ അറിയോ? അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനെയും ട്രെയിൻ ചെയ്തെടുത്തു. മൊത്തം ആൾക്കാരെയും IT ഇതിനെ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് ട്രെയിൻ ചെയ്തു. അത് മാത്രമല്ല, ടീച്ചറെ ട്രെയിൻ ചെയ്ത കാര്യമില്ല, ഈ പ്രൊജക്ടറിലൂടെ ചില കാര്യങ്ങൾ കാണിക്കണമല്ലോ. അപ്പോൾ ഓരോ പാഠഭാഗത്തിനും അല്ലെങ്കിൽ ഓരോ കൺസെപ്റ്റുകളും ഓരോ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിൽ നിങ്ങളുടെ ഹൃദയം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു അനിമേഷനിലൂടെ കാണിക്കാമെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു ഏതെങ്കിലും തരത്തിലുള്ള ഇതിലൂടെ കാണിക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ, അതാണല്ലോ എങ്ങനെയാണ് വെൻട്രിക്കിളും പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് അയോർട്ടയിലൂടെ ഇത് വരുന്നത്, ഇതെല്ലാം പഠിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കണ്ട് പഠിക്കുക എന്ന് പറയുന്ന സംഗതിയുടെ ഒരു ഇതാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് വേണ്ട കണ്ടൻറ് അന്നേരം ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു തരത്തിൽ അതായത് 65,000 കണ്ടൻറ്റുകൾ, വീഡിയോ കണ്ടൻറ്റുകൾ മാത്രമേ ഈ സമഗ്ര എന്ന് പറയുന്ന പോർട്ടൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അധ്യാപകർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അധ്യാപകരെ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ അധ്യാപകരെ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ ഇതെല്ലാം കണ്ടൻറ് മേക്കിങ്ങും കൂടെ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ അവരും കണ്ടൻറ് ഉണ്ടാക്കാൻ തുടങ്ങി. അതാണ് കോവിഡ് കാലത്ത് സപ്പോർട്ടീവായിട്ടുള്ള സംഗതി. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ ലാപ്ടോപ്പ് കൊടുക്കുമെന്ന് നമ്മൾ കേട്ടല്ലോ. നമ്മുടെ ഇപ്പോൾ ഇത്രയും ലാപ്ടോപ്പ് ഉണ്ട്, 1,65,000 മുകളിൽ മറ്റേ ലാപ്ടോപ്പ് സ്കൂളുകളിലുണ്ട്. അപ്പോൾ ഈ ലാപ്ടോപ്പ് എന്താണ്? നമ്മുടെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പ് അല്ലത്. ആ ലാപ്ടോപ്പ് സ്കൂളിലെ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്. 3,000 കോടി രൂപയുടെ മൂല്യമുള്ള എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ് അതിനകത്ത്. നിങ്ങൾക്ക് മാത്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ജിയോജിബ്ര, നിങ്ങൾക്ക് സയൻസ് പഠിക്കാൻ വേണ്ടി ഫെറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, നിങ്ങൾക്ക് പിന്നെ ആകാശത്തെക്കുറിച്ചിട്ട് സൗരയൂഥങ്ങളെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെല്ലേറിയം, അങ്ങനെ ഏതാണ്ട് 80-ൽ-അധികമുള്ള വലിയ സോഫ്റ്റ്വെയറുകൾ. ഈ ജിയോജിബ്ര സമീപകാലത്ത് ഒരു ആസ്ട്രിയൻ പ്രൊഡക്റ്റാണ്. അത് സമീപകാലത്ത് ബൈജൂസ് ഏറ്റെടുത്തു.
വലിയ തുക കൊടുത്തിട്ടാണ്. പക്ഷേ നമ്മുടെ സ്കൂളുകൾ വിന്യസിച്ചിരിക്കുന്ന സൗജന്യമായിട്ട് അവർ തന്നിരിക്കുന്ന എല്ലാ വിധ രണ്ട് ഈ ലാപ്ടോപ്പുകളെല്ലാം കൈറ്റ് ഗ്നു ലിനക്സ് 4.0 എന്ന് പറയുന്നത് അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുക വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ അധ്യാപകരാണ് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ ലാപ്ടോപ്പിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞത്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ആൾക്കാർ നമുക്ക് വേണ്ടി നമ്മുടെ ക്ലാസ് റൂമിന് വേണ്ടി മാത്രം ചെയ്യുന്ന അങ്ങനെ ലോകത്തൊരിടത്തും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം ചോദിക്കും ഈ അധ്യാപകരൊക്കെ ഈ ചെയ്തിരിക്കുന്ന അധ്യാപകർ ഒക്കെ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുള്ളവരാണ്. ഇവരാരും കമ്പ്യൂട്ടർ പഠിച്ചിട്ടില്ല. മലയാളം പഠിച്ചിരിക്കുന്ന 3 മാഷന്മാർ മലയാളം പഠിച്ചിരിക്കുന്ന മാഷന്മാരാണ് ഈ സംഗതി ചെയ്തിരിക്കുന്നത്. ഒരു ഹക്കീം സാർ, ഒരു അസൈനാർ മങ്കട, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേ എന്താ കമ്മിറ്റഡ് ആയിട്ടുള്ള അധ്യാപകരാണ് ഇത്തരം ഇതിന് വേണ്ടിയിട്ട് രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന വലിയ ടീമാണ് എൻ്റെ പുറകിലുള്ളതെന്ന് പറഞ്ഞു. പിന്നെ അത്ഭുതകരമായ വേറെ സംഗതിയും കൂടെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത്രയും ക്ലാസ് റൂം ഇതിൽ 45,000 ക്ലാസ് റൂമുകൾ, ഇതിന് പുറമെ പ്രൈമറി ക്ലാസ്സുകളിൽ ലാബുകളുണ്ട്, കമ്പ്യൂട്ടർ ലാബുകൾ. ഇവിടെ എല്ലാം കമ്പ്യൂട്ടർ എന്താ മറ്റേ ICT പഠനം എന്ന് പറയുന്നത് ഇപ്പം 10ാം ക്ലാസ് വരെയുണ്ട്. പക്ഷേ ഇത് പഠിപ്പിക്കുന്ന ആരാണ്? അതിന് വേണ്ടിയിട്ട് കേരളത്തിൽ മാത്രം അതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ പഠിച്ച അധ്യാപകരെ ആരെയും നിയമിച്ചിട്ടില്ല. അതിന് പകരം നിലവിലുള്ള മുഴുവൻ അധ്യാപകരെയും പരിശീലിപ്പിച്ചെടുത്തു. എങ്ങനെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുകയല്ല അവിടെ ചെയ്യുന്നത്, മറിച്ച് പഠിക്കാൻ സഹായിക്കുന്ന ഒരു ടൂളായിട്ട് മാത്രമാണ് നമ്മുടെ ക്ലാസ് റൂമുകളിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഒരു ടൂളാണ്. ഏത് എനിക്ക് അധികമായി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂള് മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ളതാണ് എല്ലാ അധ്യാപകരും പഠിച്ചു. എല്ലാ അധ്യാപകരും അത് ക്ലാസ്സിൽ പ്രായോഗികമാക്കി. ഇപ്പോൾ റോബോട്ടിക്സ് വരെ ചെയ്യുന്നുണ്ട്. എനിക്ക് വന്നത് 7ാം ക്ലാസ് മുതൽ ചെറിയ തോതിൽ അതിനെ സിലബസിൽ കൊണ്ടുവന്നു. AI പരിശീലനം അധ്യാപകർക്ക്, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി അധ്യാപകർക്കും ഹൈസ്കൂൾ അധ്യാപകർക്കും AI ടൂളുകൾ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള പരിശീലനമുണ്ട്, നടത്തിയിട്ടുണ്ട്. ഇപ്പം റോബോട്ടിക് കിറ്റുകൾ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് റോബോട്ടിക് കിറ്റുകൾ ഇപ്പം നേവൽ സ്കൂളൊക്കെ നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനോട് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഈ സംവിധാനം ഒന്ന് തരണം. അങ്ങനെ അവരുടെ നേവൽ സ്കൂളിൽ ചെയ്യുന്നത് ഈ അഡ്വാൻസ്ഡ് റോബോട്ടിക് കിറ്റ് എന്ന് പറഞ്ഞാൽ അതുപയോഗിച്ച് പിള്ളേർ ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടാലുണ്ടല്ലോ നമുക്ക് ഇതിനേണ്ട 1000 രൂപ 1500 രൂപേൻ്റെ വിലയുള്ളൂ ഈ കിറ്റ്. പക്ഷേ ആ ഒരു കിറ്റ് കൊണ്ട് അതിനകത്തൊരു ബോർഡുണ്ട്, കുറച്ച് വയറുകളെ, കുറേ LED ലാമ്പുകളെ, ഒരു മോട്ടറ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് വളരെ സിമ്പിളായ സാധനങ്ങളാണ്. ഈ സാധനങ്ങളെ ഈ പ്രോഗ്രാം ചെയ്തിട്ട് ഇവർ ഓരോ സാധനങ്ങളായിട്ട് വയനാട്ടിൽ നിന്ന് വരുന്ന കുറച്ച് ആന വരുന്നത് അല്ലെങ്കിൽ മൃഗങ്ങൾ വരുന്നത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് സെൻസേഴ്സാണ് ഈ യൂസ് ചെയ്തത്. എല്ലാ സെൻസറുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ എങ്ങാൻ വരുന്ന സമയത്ത് ഉടനെ എങ്ങനെ തടസ്സമുണ്ടാകുന്നു, അല്ലെങ്കിൽ ഉടനെ ബീപ് ശബ്ദം കേൾക്കുന്നു. അപ്പം ഇത് ചിലപ്പം ചില സാധനങ്ങളൊക്കെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പാർട്ടായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ അതിലൊരു സാധനം ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അതിനെക്കുറിച്ചൊരു സംഭവം, ഈ റോബോട്ടിക് കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം നടത്തിയിരുന്നു ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം CM വരുന്നതിന് മുമ്പ് അവിടെ ഇവരെയൊക്കെ ചുമ്മാ ഒരുമായിട്ട് ചിറ്റാട് നടത്തുന്നുണ്ടെങ്കിൽ 2 കുട്ടികൾ അവിടെ. അപ്പോൾ അവർ ഡെവലപ്പ് ചെയ്ത സാധനം എന്ന് പറയുന്നത് ഒരു വൈറ്റ് കെയിനില്ല, നമ്മുടെ കണ്ണ് കാണാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള പരിമിത അവർക്ക് നടന്നു പോകുമ്പം എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഒരു ബീപ്പ് ശബ്ദം ഉണ്ടാക്കുന്നതാണ് സാറ് പഠിപ്പിച്ചു കൊടുത്ത സാധനം. ഏത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കുട്ടി എന്നോട് പറഞ്ഞു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കൊണ്ട് അദ്ദേഹം മാത്രമാണ് അറിയേണ്ടത്, നാട്ടുകാരറിയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ അതിനെ ഇമ്പ്രവൈസ് ചെയ്തിട്ട് ഇവിടെ നിങ്ങളിതെടുത്ത് ചെവി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും, മനസ്സിലായില്ലേ? അപ്പം ഭയങ്കരമായിട്ട് ഇമ്പ്രവൈസ് ചെയ്യാനായിട്ട്, അതായത് കുട്ടികളുടെ ഭാവന എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ എല്ലാവരുടെയും ധാരണ പറഞ്ഞാൽ കുട്ടി ദാണ്ട് നടന്നതാ രാവിലെ സ്കൂളിൽ വരുന്നു,
അധ്യാപകർ അവിടേക്ക് കൊഴിച്ചു കൊടുക്കുന്നു, ആ പാത്രം നിറയുന്നു, പോകുന്നു. ഇങ്ങനൊരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ കൊച്ച് അതിനേക്കാൾ കാര്യങ്ങൾ പഠിച്ചും കേട്ടും പോകുന്ന വഴിക്കും വരുന്ന വഴിക്കുമുള്ള ഒത്തിരി കാര്യങ്ങൾ കേട്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് അതിനെ കുട്ടികളെ അധ്യാപിക ഭയപ്പെടേണ്ട തരത്തിൽ, കാരണം അത്രമാത്രം അറിവുകൾ കുട്ടിക്ക് കിട്ടും. കാരണം അതിന് എക്സ്പോഷർ എന്ന് പറയുന്നത് വളരെ വലിയ എക്സ്പോഷറാണ്. അത്ര എക്സ്പോഷർ നമ്മുടെ അധ്യാപകർക്ക് ഉണ്ടാവണമെന്നില്ല, മനസ്സിലായത്. കാരണം മാത്രമല്ല അവർക്കുള്ള ഗ്രാസ്പിംഗ് പവറല്ല, അവർക്ക് അവരുടെ ഹാർഡ് ഡിസ്ക് കുറേ ഫ്രീ ആയി കിടക്കുക, എത്ര വേണേലും എടുത്ത് അകത്തിടാനായിട്ട് പറ്റും. അപ്പം എടുത്തിടുക, കിട്ടുന്ന സമയത്ത് തന്നെ പ്രോസസ്സ് ചെയ്യുകയൊക്കെ ചെയ്യും, വളരെ വേഗം പ്രോസസ്സ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ 10-40 വയസ്സ് കഴിയുമ്പോൾ ആ പ്രോസസ്സറിൻ്റെ സ്പീഡ് കുറയും. അപ്പം അങ്ങനെയുള്ള പിള്ളേരുടെ ഒക്കെയാണ് നമ്മൾ സ്കൂളുകളിൽ ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടിയുടെ ഭാവി എന്താണ് അതിൻ്റെ വഴികളൊക്കെ കണ്ടെത്തും. ആദ്യം നിങ്ങൾ പറഞ്ഞ തരത്തിൽ ഇന്ന് ക്ലാസ്സുകളിൽ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിളിയാണോ എന്നുള്ളതായിരുന്നു എൻ്റെ സ്വപ്നം. അതായത് കിളി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ ബസ്സിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും അത്ഭുത പ്രവൃത്തി ചെയ്യുന്ന അതാണ്. വണ്ടി പോകുമ്പം വെല്ലടിച്ചിട്ട് ഓടി വന്നതിൽ കയറുന്നു, ഇങ്ങനെ പോകുന്ന അത്ഭുതം. എനിക്ക് അത് എന്നെപ്പോലെ ഒത്തിരി ആൾക്കാർ കിളിയാണെന്ന് പറഞ്ഞ സംഗതി. ഇന്ന് പക്ഷേ ക്ലാസ് റൂമിൽ നിങ്ങൾ ചോദിക്കൽ ഈ ചോദ്യങ്ങൾ ഭയങ്കര വൈവിധ്യമായിരിക്കും കിട്ടുന്നത്. 50 കുട്ടികളുണ്ടെങ്കിൽ 50 ഉത്തരങ്ങൾ. അല്ല ഡോക്ടർ എഞ്ചിനീയർ എന്നുള്ള 2 ബൈനറി സ്ഥാനത്തിനകത്തല്ല ഇപ്പം നിൽക്കുന്നത്. ആ ചോദ്യം ഇന്ന് അധ്യാപകർ ചിലപ്പം ചോദിക്കണമെന്നില്ല. മോട്ടിവേഷൻ സ്പീക്കറിൻ്റെ ഇടയിൽ എന്ത് പറഞ്ഞാലും മോട്ടിവേഷൻ സ്പീക്കർ വന്നിട്ട് സംസാരിച്ചാൽ പോലും അതിനപ്പുറത്തുനിന്ന് കുട്ടികൾ കുറേ സാധനങ്ങൾ പറയും, ചെറിയ ചെറിയ സംഗതികളൊക്കെ ആയിട്ട്. സാർ ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നത് നമ്മളൊരു 90കളുടെ തുടക്കം ചർച്ച ചെയ്ത പോലെ വേറൊരു വലിയ ഒരു ഡിജിറ്റൽ ഷിഫ്റ്റാണ്, ഒരു ടെക്നോളജി ഷിഫ്റ്റാണ് ഇപ്പം നടക്കുന്നത്. എനിക്കിതിൽ ആദ്യം സാറിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, എന്തൊക്കെ പറഞ്ഞാൽ ഇത് മനുഷ്യരാണ്, അധ്യാപകരാണ്, പരിശീലനമൊക്കെ ശരിയാണെങ്കിലും ഈ മനോഭാവത്തിലെ മാറ്റം അധ്യാപകർ എത്ര നന്നായി ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. ഇതിൽ ചോക്കും അതിൻ്റെ നൊസ്റ്റാൾജിയും ഒക്കെ പറഞ്ഞ് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന മനുഷ്യരുണ്ടായിരുന്നോ? അവരെങ്ങനെയാണ് പരുവപ്പെടുത്തിയത്? ആ ജേണി എങ്ങനെയായിരുന്നു? അത് യഥാർത്ഥത്തിൽ എളുപ്പമാക്കിയ സംഗതി കൂടാം. അതായത് ഗാഡ്ജറ്റുകളോട് ഉപയോഗിക്കാനായിട്ടുള്ള മടി പിടിച്ചിട്ടുന്ന ആളുകൾക്കും ആ സമയത്ത് അതിനെ ഉപയോഗിക്കേണ്ട വന്നു. അപ്പം പിന്നെ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാണ്. പിന്നെ അവരെ സംബന്ധിച്ച് തന്നെ ഭയമാണ്. ഇത് ഒരു പ്രത്യേക കുട്ടിക്ക് നമുക്കൊരു മൊബൈൽ ഫോൺ കൊടുത്ത 2 വയസ്സുള്ളൊരു കൊച്ചിന് ഒന്നും ഭയമില്ല. അത് നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പരിശീലിച്ചെടുക്കും. കാരണം യഥാർത്ഥത്തിൽ ഒരിക്കലും നമ്മുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ മൊബൈലോ ഒന്നും പെട്ടെന്ന് ചീത്തയാവുന്നില്ല. നിങ്ങളൊന്ന് ഷട്ട് ഡൗൺ ചെയ്ത് ഒന്ന് റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാനായിട്ട് കഴിയുന്ന സംഗതിയുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവർ കുറച്ച് മനസ്സിലാക്കി. ഇത്രയേ ഉള്ളൂ, നിങ്ങൾ മൊബൈൽ ഉണ്ടെങ്കിൽ അതേ തരത്തിൽ പിന്നെ ഇതിന് ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള സംഗതി അവർക്ക് മനസ്സിലായി. ഇപ്പോൾ പിന്നെ വോയിസ് നോട്ട് തന്നുകൊണ്ടിരുന്ന പല ആളുകൾ ഇപ്പം അത് ഡിജിറ്റൽ വോയിസ് ടു ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സംഗതി. അത് ഈ പിന്നെ പരുവപ്പെടുത്താനായിട്ട് പ്രൈമറി സ്കൂളിനകത്ത് വലിയ പ്രശ്നം ഉണ്ടായില്ല. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഹൈസ്കൂൾ പ്രദേശങ്ങളിലായിരുന്നു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അത് കോവിഡോട് കൂടിയിട്ട് പിന്നെ ഇത് ചെയ്തു. 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ ഇനി ഞാൻ എന്തിനാ പഠിക്കുമെന്ന് പറഞ്ഞ സാധനമൊക്കെ മാറിയിട്ട് എനിക്കും ഇത് പഠിച്ചേ പറ്റൂ എന്നുള്ള സംഗതി അവരൊരു ത്രില്ല് വന്നു. ഈ സാധനം ഉപകരണങ്ങൾ തിരിച്ച് ഈ നമ്മുടെ ഇതിനകത്ത് വന്നപ്പോഴത്തേക്കിന് പിന്നെ നേരെ മുമ്പിൽ വന്നു, കൈ വന്നു. നിങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ഉപകരണം വന്നാൽ നിങ്ങൾ പഠിച്ചതെല്ലാം മറക്കും. മറിച്ച് ഇവിടെ ട്രെയിനിങ്ങിനോടൊപ്പം തന്നെ ഉപകരണങ്ങൾ ക്ലാസ് റൂമിൽ വരുവാണ്, അല്ലെങ്കിൽ സ്കൂളിൽ എത്തുക. അപ്പോൾ അവർക്ക് മുമ്പാണെങ്കിൽ ആദ്യമൊക്കെ ഇത് സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരൊരിക്കലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചീത്തയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചീത്തയായി കഴിഞ്ഞാൽ എൻ്റെ ബാധ്യതയാവും എന്നൊക്കെയുള്ള ആ കൺസെപ്റ്റൊക്കെ മാറി. ആ കൺസെപ്റ്റെല്ലാം മാറി. അതായത് ഈ ലാപ്ടോപ്പുകൾക്കെല്ലാത്തിനും വാറണ്ടി ഉണ്ട്. അതിനൊപ്പം തന്നെ ഇതിന് പിന്തുണ സംവിധാനം കൊടുക്കാൻ വേണ്ടിയിട്ട് കോൾ സെൻ്ററൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ചീത്തയായിട്ടുണ്ടെങ്കിൽ നന്നാക്കാം. അപ്പം ഇങ്ങനെയൊക്കെ അതായത് നിങ്ങൾക്ക് ഇത് ചീത്തയായാലും ഉടൻ തന്നെ ശരിയാക്കി കിട്ടും എന്നൊക്കെയുള്ള സംഗതി വന്നപ്പം പിന്നെ അത് കോൺഫിഡൻ്റായി. ഒരാൾ ചെയ്യുന്ന കാണുമ്പോൾ അടുത്ത ആൾക്കും ചെയ്യാനായിട്ട് തോന്നും. പിന്നെ ഇതിനെയെല്ലാം സക്സസ് ആയ ഒരു ഘടകം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹൈസ്കൂളിനകത്ത് ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും,
അവരിത്തരം കാര്യങ്ങളെ ഇവരെ സഹായിക്കും. അവർ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തിട്ടുണ്ടോ, അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അല്ലെങ്കിൽ അവർ പോയിട്ട് ഇത് എന്താണോ ട്യൂട്ടോറിയലുകളൊക്കെ നോക്കിയിട്ടാണെങ്കിലും പഠിക്കും. അപ്പം ഇവർ തന്നെ ഈ സാധനങ്ങളെ ക്ലാസ്സിൽ ഈ വർക്കൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് അവർ ക്ലാസ്സിൽ ഇത് ചെയ്യും. അത് അവർ തന്നെ പരിശീലിപ്പിക്കും. അവർ തന്നെ പിയർ ഗ്രൂപ്പിലെ കുട്ടികളെ പരിശീലിപ്പിക്കും. ഇപ്പോൾ ഈ റോബോട്ടിക് കിറ്റ് മുമ്പ് ഞാൻ പറഞ്ഞതൊക്കെ എല്ലാം ഇവരാണ് ചെയ്യുന്നത്. ഈ കുട്ടികൾ, ഈ ലിറ്റിക്കേറ്റ്സ് കുട്ടികളാണ് ഇതെല്ലാം സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. അല്ലാതെ അധ്യാപകരെക്കാളേറെ ഈ കുട്ടികളായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കുട്ടികളൊരു പ്രധാന ഘടകമാണ്. IT ഗാഡ്ജറ്റുകൾ സ്കൂളിൽ കൊണ്ടുവന്നതിനകത്തും അധ്യാപകരെ ഹെൽപ്പ് ചെയ്യുക. അതിനകത്തൊരു ഈഗോ എന്ന അധ്യാപകർക്കൊന്നുമില്ല. അത് എവിടെയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതൊരു എന്താ സന്തോഷത്തിൽ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് അല്പം തോന്നിയിട്ടുള്ള സാധനം. പണ്ടത്തെ അധ്യാപകരൊക്കെ ആണെങ്കിൽ എൻ്റെ അടുക്കൽ ആ ചോദ്യം പക്ഷേ സാധാരണ സ്കൂളുകളിൽ നിന്ന് ഇപ്പം ഇല്ല. അത് ഭയങ്കര ഒരു കളക്റ്റീവ് എഫർട്ടായിരുന്നു. അത് കോവിഡ് ഒത്തിരി കാര്യം പഠിപ്പിച്ചു എന്നുള്ളതാണ്. സർ, ഇത് കേൾക്കുമ്പോഴും അതിസാധാരണക്കാരൻ്റെ ഒരു സംശയമായേക്കാവുന്നൊരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ഈ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന് ശേഷം സർക്കാർ ഉദ്യോഗസ്ഥരുടെ, രാഷ്ട്രീയക്കാരുടെ, സമൂഹത്തിൽ സോക്കോൾഡ് മുകളിലേക്ക് നിൽക്കുന്ന സ്ട്രാറ്റയിൽ നിന്നുള്ള കുറേ കുട്ടികൾ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരികയും പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നു വരികയും അതിൻ്റെ ഭാഗമാകുകയൊക്കെ ചെയ്തു. അപ്പോഴും ചിലപ്പോൾ ആ സ്ട്രാറ്റയിൽ താഴേക്ക് നിൽക്കുന്ന, ദിവസക്കൂലിക്ക് പോകുന്ന, കടയിൽ നിൽക്കാൻ പോകുന്ന അങ്ങനെ അതിസാധാരണക്കാർക്കൊരു സംശയം ഉണ്ടാകാം. ഇതൊക്കെ വീട്ടിൽ കമ്പ്യൂട്ടറൊക്കെ ഉള്ള രക്ഷിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുന്നവൻ്റെ മക്കൾക്ക് പറ്റുന്ന കാര്യങ്ങളായിരിക്കും. എൻ്റെ മോനിപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, എൻ്റെ മോൻ ഇങ്ങനെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ വേറെ ആർക്കും ഉള്ള കാര്യമാണ്. ഈ മനോഭാവം ശരിയായിരിക്കുമോ? എങ്ങനെയാണ് ഒരു ഇൻക്ലൂസിവിറ്റി അത് ഉറപ്പാക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ കരിക്കുലം ഏറ്റവും കൂടുതൽ സമത്വത്തിനെ മുന്നോട്ട് വയ്ക്കുന്ന സാധനമാണ്. അപ്പം അതിൻ്റെ എങ്ങനെയാണ് അതിനെ പരിഹരിക്കുന്നത് എന്നുള്ള ഞാൻ വേറൊരു സംഭവം കൊണ്ട് പറയാം. കോവിഡ് വന്നപ്പോഴത്തേക്കിന് എന്ത് ചെയ്തു? കോവിഡ് വന്നപ്പം നമ്മൾ തീരുമാനിച്ചു കുട്ടികൾക്ക് വിക്ടേഴ്സ് വഴിയും ഡിജിറ്റൽ ഉപകരണങ്ങൾ വഴിയും ക്ലാസ്സുകൾ കുട്ടികൾക്ക് എന്നും സ്കൂളിൽ പോകുമ്പോൾ കിട്ടുന്ന അതേ തരത്തിൽ തന്നെ കിട്ടണമെന്നൊരു തീരുമാനമെടുത്തു. അങ്ങനെ ജൂൺ 1 തന്നെ സ്കൂള് തുറക്കും. പക്ഷേ സ്കൂള് ഫിസിക്കലി നിങ്ങൾ സ്കൂളിൽ പോകുന്നില്ല, വീട് സ്കൂളായിരിക്കും. അപ്പം വീട്ടിൽ നമ്മൾ കുട്ടികൾക്ക് ഇത് കൊടുക്കും. അതിനൊരു ചിട്ടയുണ്ട്. മറ്റേ പ്രൈമറി 1 മുതലുള്ള ക്ലാസ്സുകൾക്ക് അരമണിക്കൂറും, ഹൈസ്കൂളിൽ മാത്രം 1 മണിക്കൂറും, ഹയർ സെക്കൻഡറിക്ക് 1.5 മണിക്കൂറും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെറിയ തോതിൽ കണ്ടന്റ് കൊടുക്കുന്നുള്ളൂ. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോഴും ഈ പറഞ്ഞ രീതിയിൽ ഈ മാർജിനലൈസ് ചെയ്യപ്പെട്ടവർ, ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ചിലപ്പം ഇതുണ്ടാകണം നിർബന്ധമില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യത്തെ 15 ദിവസം നമ്മളൊരു ടെലികാസ്റ്റ് നടത്തി. അത് ജൂൺ 15 വരെ. അപ്പോൾ ജൂൺ 10 ഒക്കെ ആയപ്പം മുതൽ തന്നെ സംശയം, ഇതിങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾക്ക് ഇതിൻ്റെ സൗകര്യം കിട്ടിയൊന്നുമില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എത്ര കുട്ടികൾക്ക് ഈ ഡിജിറ്റൽ ഉപകരണങ്ങളില്ല, അല്ലെങ്കിൽ ഈ TV ആയിട്ട് ആക്സസ് ഇല്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സോഫ്റ്റ്വെയറൊക്കെ ഉണ്ടാക്കി എല്ലാ സ്കൂളുകളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും എന്താ ടീച്ചർമാർ കളക്ട് ചെയ്തിട്ട് ഇത് തന്നു. അപ്പോൾ 64,000-ലധികം കുട്ടികൾക്ക് TVയോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഉപകരണങ്ങളോ ഇല്ലോ എന്ന് കണ്ടെത്തി. അപ്പം അടുത്ത 5 ദിവസം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അന്നേരത്തേക്കാണ് നമ്മുടെ ജനങ്ങളുടെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മളെങ്ങനെയാണ് ഒരുമിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് 5-6 ദിവസം കൊണ്ട് ഈ 65,000-ഓളം കുട്ടികൾക്ക് ഡിജിറ്റൽ ഉപകരണങ്ങൾ ലഭ്യമാക്കി. വീടുകളിൽ TV ഒക്കെ ലഭ്യമാക്കി. അന്നേരം അടുത്ത പ്രശ്നം വന്നു. അടുത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്നതികളിലൊക്കെ, ട്രൈബൽ സെറ്റിൽമെൻറ്റുകളിലൊക്കെ താമസിക്കുന്ന കുട്ടികളുടെ അടുക്കൽ ഇതെങ്ങനെ എത്തിക്കാൻ പറ്റും? അവിടെ ചിലപ്പം വൈദ്യുതി ഉണ്ടാവില്ല. അപ്പം 4 മണിക്കൂറൊക്കെ വരെ ശേഷിയുള്ള ലാപ്ടോപ്പിനകത്ത്, ബാറ്ററി ശേഷിയുള്ള ലാപ്ടോപ്പിനകത്ത് പ്രീലോഡഡായിട്ട് ലാപ്ടോപ്പുകൾ, അതായത് സ്കൂളിലെ ലാപ്ടോപ്പുകൾ ഈ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. നിങ്ങൾ ലൈബ്രറിയിൽ നിന്ന് എങ്ങനെയാണോ ബുക്കുകൾ എടുത്തുകൊണ്ട് പോകുന്നത്, അതേ തരത്തിൽ തന്നെ ലാപ്ടോപ്പുകൾ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. എത്ര നന്നായിട്ടാണ് കുട്ടികൾ ചെയ്തതെന്ന് നോക്കണം. 1, 2, 3 52,000 ലാപ്ടോപ്പുകൾ മറ്റും ഇങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ആകെ 1, 2 മാത്രമേ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ.
അപ്പോൾ അത്തരം ചെറിയ കാര്യങ്ങൾ വരെ അന്ന് തന്നെ ഈ ഇൻക്ലൂസിവിറ്റിക്ക് വേണ്ടിയിട്ട് ഇടപെട്ടിട്ടുണ്ട്. ആ ഇടപെടുന്ന അതിൻ്റെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെയാണ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവരെയും ഈ പൊതു ക്ലാസ്സുകളിൽ ഒരുമിച്ചിരുത്തി ചെയ്യുന്ന ഒരു രീതി വന്നതുകൊണ്ട് തന്നെ കുട്ടികൾ തന്നെ പറയും, അഥവാ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലില്ലെങ്കിൽ അച്ഛൻ്റെ മാത്രമേ ഉള്ളൂ, അച്ഛൻ്റെ മൊബൈലിൽ അച്ഛനേക്ക് ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ പറഞ്ഞിട്ടൊക്കെയാണ് ഈ വിവരങ്ങൾ ടീച്ചർ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ സാർ, അത് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുഞ്ഞ് അത് എൻ്റെ ഒരു സ്വത്തായിരിക്കുന്നു, ഒരു പാരൻറ്റിൻ്റെ സ്വത്തായിരിക്കുന്നു, അത് സ്കൂളിലേക്ക് പോകുന്നു, അത് ടീച്ചറിൻ്റെയും സിസ്റ്റത്തിൻ്റെയും കൂടി ഒരു കുഞ്ഞാവുന്നു. അവനെയാണ് നമ്മൾ നാളത്തെ യുവാവായി മനുഷ്യനായി സമൂഹത്തിലേക്ക് ഇറക്കി വിടേണ്ടത്. അപ്പോൾ ഈ പാരൻറ്റ് ടീച്ചർ ഈ റിലേഷൻഷിപ്പ് വളർത്താൻ എങ്ങനെയാണ് നമുക്കൊരു അടിസ്ഥാനപരമായി ഈ ടെക്നോളജി ഒക്കെ മാറ്റി വെച്ചാലും ഒരു മനുഷ്യനെന്ന നിലയ്ക്കൊരു കുഞ്ഞെന്ന നിലയ്ക്ക് ആ ഒരു ബന്ധം വളർത്താൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ശരിക്കും നമ്മുടെ സ്കൂളിൽ പിന്നെ ഇപ്പം മദർ പി ടി എന്ന് പറഞ്ഞ സംഗതിയുണ്ട്, പിന്നെ PTA ഉണ്ട് അല്ലേ? ഇപ്പം അവിടെ പോകാറുണ്ടോ സംഗതി? ഇല്ല. പിന്നെ ഈ PTA എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകൾ യഥാർത്ഥത്തിലുള്ളൂ. പക്ഷെ മദർ PTA ആണ് ഇന്ന് നിറഞ്ഞ് മുഴുവൻ ആളുകൾ. കാരണം അമ്മയ്ക്കാണ് കുഞ്ഞിൻ്റെ നോട്ടം. അത് പൊതുവെ അതിപ്പം തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളും എല്ലാ ആൾക്കാരും എന്തുകൊണ്ടോ അത് പിന്നെ അമ്മയാണ് എൻ്റെ ഉത്തരവാദി എന്നുള്ളൊരു പൊതു ധാരണയുണ്ട്. അല്ലെങ്കിൽ അമ്മയ്ക്കാണ് കൂടുതൽ. പിന്നെ അച്ഛന് ആദ്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എൻ്റെ കാര്യത്തിൽ വലിയ ആദ്യം എനിക്കില്ലായിരുന്നു. അപ്പം ആദ്യം ഉണ്ടല്ലോ, അതാണ് ഈ യഥാർത്ഥത്തിൽ ഈ അമ്മയും സ്കൂളിനും തമ്മിൽ കണക്ട് ചെയ്യുന്നത്, അമ്മയും ടീച്ചറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുഞ്ഞിനെ സംബന്ധിച്ച് അവിടെ നടക്കുന്ന സ്കൂളിൽ നടക്കുന്ന സ്വാഭാവികമായ ഒത്തിരി ആക്ടിവിറ്റികൾ വേറെ ഉണ്ട്. പിന്നെ കൊച്ചിന് ഈ മൂല്യബോധം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന എവിടെ നിന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോഴാണ് സമൂഹത്തിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് പഠിക്കുന്നത്. കാരണം ഞാൻ ഔട്ടായില്ല എന്ന് പറയുന്നതല്ല, ഔട്ടായെന്ന് പറഞ്ഞ് വീണ്ടും എനിക്ക് ചാൻസ് കിട്ടുന്നത്. അത് കുറച്ച് ആദ്യമൊക്കെ നമ്മളങ്ങനെ പറയുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ സാമൂഹിക ബോധം വരും, ഇന്നതൊക്കെയാണ് ഇങ്ങനെയാണ് ഉണ്ടാവണം. അതിൻ്റെ വെച്ചാൽ ഗ്രൂപ്പ് വർക്കുകളാണ് ഇപ്പോൾ സ്കൂളുകളിൽ എപ്പോഴും കൂടുതൽ കൊടുക്കുന്നത്. നിങ്ങൾ ആ ഗ്രൂപ്പ് എന്നും ഒരു ഗ്രൂപ്പും ആയിരിക്കത്തില്ല, ആ ഗ്രൂപ്പ് മാറിയായിരിക്കും. മാറി വരും. അപ്പോൾ ആ ഗ്രൂപ്പ് വർക്കിൽ നിന്ന് തന്നെ അവന് സോഷ്യൽ അതിനകത്ത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ആളുകൾക്കുള്ളിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇങ്ങനൊരു സാധനം കൊച്ചിന് അവിടെ നിന്ന് കിട്ടുന്നു. ഇതിന് പുറമെ നിരവധി പ്ലാറ്റ്ഫോമുകൾ സ്കൂളിൽ തന്നെ ഉണ്ട് കുട്ടികൾക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ളൂ. ഇനി പുറം സമൂഹമായിട്ടുള്ളൊരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ചില സ്കൂളുകളിലൊക്കെ എല്ലാ ആളുകളെ കൊണ്ടും ഇന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചിട്ട് പറയുന്ന സംഗതിയുണ്ട് ചില സ്കൂളിൽ. അപ്പം ഓരോ ദിവസം ഓരോ ക്ലാസ്സിനായിരിക്കും. ആ ക്ലാസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ ക്ലാസ്സിലും മുഴുവൻ അത് എങ്ങനെ വന്നാലും ഒരു വർഷം 3 തവണയെങ്കിലും ഒരു കൊച്ച് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വാർത്ത രൂപത്തിലൊക്കെ പറയും. ഇത് ബാക്കിയുള്ള പറയുന്നത് സാധനം കൊട്ടി കേൾക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊതുധാരണയാണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും കുട്ടികൾ അറിയുന്നില്ല, വീട്ടിൽ വരുത്തുന്ന പത്രം കൊച്ചു വായിക്കുന്നില്ല. അപ്പം ഞാൻ CTTയിൽ കൺസൾട്ടിങ് ഇതിന് പോകുന്ന സമയത്ത് അവിടെ എപ്പോഴും സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ടീമാണ്. ആ ടീമിന് വേണ്ടിയിട്ട് എല്ലാവർക്കും വായിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പത്രങ്ങളുടെയും അവിടെ പുറത്തിറങ്ങുന്ന എല്ലാ പത്രങ്ങളുടെയും ഓരോ കോപ്പി അവിടെ ഉണ്ടാവും. പക്ഷേ ഒരു ദിവസം ഞാൻ ചോദിച്ചു, ഇത് ഒറ്റൊരാൾ പോലും ഇത് തുറന്നു നോക്കാത്ത എന്താണ്? അപ്പോൾ അതിനകത്ത് ഒരാൾ തുറന്നു നോക്കുന്നുണ്ടോ? കാരണം അയാൾ പത്രത്തിൽ വർക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു കൾച്ചർ വെച്ചിട്ടാണ്. പക്ഷേ അപ്പം നിങ്ങളെങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ തയ്യാറാക്കുന്നത്? അപ്പോൾ അവർക്ക് വേറൊത്തിരി മോഡുകളുണ്ട്, എനിക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള വേറൊത്തിരി മോഡുകളുണ്ട്, ഇത് മാത്രമല്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കണ്ടിരുന്ന പെർസ്പെക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇവർ മൂല്യബോധം അവർക്ക് ഇല്ല എന്നുള്ളത്. നമ്മളെക്കാൾ കുറച്ചുകൂടെ മൂല്യബോധമുണ്ട്. കുട്ടികൾ അധികം കള്ളം പറയും. എന്താണ് മൂല്യബോധം എന്നുള്ളതും ഡിബേറ്റബിൾ ആണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ അത് ഡിബേറ്റബിൾ ആണ്. അപ്പം നമ്മുടെ കാലത്തെ മൂല്യങ്ങൾ മാറിക്കൊണ്ടായിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു പുതിയ കുട്ടികൾക്ക് കുറച്ചുകൂടെ മൂല്യബോധം ഉണ്ടെന്നാണ്. നമ്മളെ മൂല്യബോധം പഠിപ്പിക്കാൻ വേണ്ടി സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, അതൊക്കെ ഇൻബിൽട്ടാണ്. അത് കൂട്ടായ്മയിലൂടെ പഠിക്കുന്ന സാധനങ്ങളാണ്.
സർ, ഇത് പറയുമ്പോഴും നമ്മൾ എല്ലാ പൊതു ചർച്ചകളും ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ പോഡ്കാസ്റ്റുകൾ വരുമ്പോഴായിക്കോട്ടെ എല്ലായിടവും ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് സ്കൂളുകളിൽ ലഹരിയുടെ ഉപയോഗം വരുന്നു, അല്ലെങ്കിൽ കുട്ടികൾ ക്യാരിയേഴ്സ് ആവുന്നു, അങ്ങനെയൊക്കെ. ഒരു പൊതുവിദ്യാലയ സമ്പ്രദായത്തെ അടുത്ത് നിന്നറിയുന്ന ആളെന്ന നിലയ്ക്ക് അത്തരം ഇൻസിഡൻറ്റുകൾ പൊതുവിദ്യാലയങ്ങളിൽ അരങ്ങേറുന്നു എന്നുള്ളത് സത്യമാണോ? എത്ര സത്യമാണ്? അർത്ഥസത്യമാണോ? എന്താണ്? വളരെ ശരിയായിരുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു 1-2 വർഷം മുമ്പാണ് ഇതിനെ കുറിച്ചിട്ടുള്ളൊരു വലിയ ചർച്ച കേരളത്തിലുണ്ടാകുന്നത്. അത് വളരെ ഗൗരവമായിട്ടെടുത്ത് കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ട സൈക്കോളജിസ്റ്റുകൾ മുതൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ്, വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങി കേരളത്തിലൊരു 10-30ഓളം വകുപ്പുകളും സന്നദ്ധ സംഘടനകൾ, യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ അങ്ങനെ തുടങ്ങി സമൂഹത്തിൻ്റെ പല തുറകളിൽ പെട്ട് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും കൂടി ഒരു മീറ്റിംഗ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തത്. അത് നിയമസഭയുടെ ഉള്ള ശങ്കരദാസൻ തമ്പി ഹോളിലാണ് നടത്തിയത്. അതൊരു വലിയ വർക്ക്ഷോപ്പ് പോലെ എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ, എന്താണ്, നിങ്ങളെല്ലാവരും 4 പോയിൻ്റ് വെച്ചിട്ട് അതായത് നിങ്ങളുടെ മേഖലകളിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ പറയുക, അതിന് നിങ്ങളുടെ റെമഡി എന്തൊക്കെയാണ്, നിങ്ങളുടെ പരിഹാരം എന്തൊക്കെയാണ് എന്നുള്ളത് നിർദ്ദേശിക്കുക. അപ്പം അതൊരു നീണ്ട പ്രോസസ്സായിരുന്നു. ആ പ്രോസസ്സ് മുഴുവൻ മുഖ്യമന്ത്രി കൂടിയിരുന്നിരുന്നു. അതിനെ തുറന്നിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള തീരുമാനങ്ങൾ എടുത്തു. തുടർച്ചയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അതിനൊരു സമിതിയും അതിനൊരു സംവിധാനമൊക്കെ ഉണ്ടാക്കി ആ മോണിറ്ററിങ് നടത്തി. അപ്പം അതിനകത്ത് തിരിഞ്ഞു വന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഒന്നെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് എന്നെ സ്വയം പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു കുട്ടിക്ക് പ്രകാശിപ്പിക്കാൻ, അത് എന്നെ സർഗവാസനയുണ്ട്, അല്ലെങ്കിൽ എന്നെ ഫുട്ബോൾ ഇതുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള അതിനുള്ളൊരു അവസരം നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാവുന്നില്ല, നമ്മുടെ എന്താണ് നാട്ടിലുണ്ടാവുന്നില്ല, വീടിൻ്റെ പരിസരത്തുണ്ടാവുന്നില്ല. എല്ലാവരും വീടിനുള്ളിൽ തന്നെ ഓരോരോ കൊച്ചു കൊച്ചു തുരുത്തുകളായിട്ട് മാറിയും അവരുടെ മൊബൈൽ ഫോണിനകത്തോ അല്ലെങ്കിൽ അവരവരുടെ ജോലികളിൽ മാത്രം വ്യാപൃതയാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് പ്രശ്നം. അതുകൊണ്ട് രക്ഷിതാക്കളെ ബോധവൽക്കരിക്കണം, കുട്ടികളോടൊപ്പം കൂടുതൽ സമയം ചെലവിടാൻ വേണ്ടിയിട്ടും അവരെന്നെ ചെലവിടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. പിന്നെ സ്കൂളുകളിൽ ഒത്തിരി അങ്ങനെയാണ് ഈ ജുംബ ഡാൻസ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞ സംഗതി. പിന്നെ നമ്മുടെ ലൈബ്രറികളെ അങ്ങനെയൊക്കെയുള്ള ഇതിനകത്ത് കുട്ടികളെ കൊണ്ടുവരിക. സ്പോർട്സ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് ഞങ്ങൾ ഹരിത വിദ്യാലയത്തിൽ തന്നെ ഒരു സ്കൂള്, ഇടുക്കിയിലൊരു പ്രധാനപ്പെട്ട സ്കൂള്, അവർ പറയുന്നത് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നിരുന്നു. ഹൈസ്കൂളാണ്. അപ്പം ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒരു നല്ലൊരു ശതമാനത്തിൻ്റെ, അതായത് ചെറുതല്ലാത്ത ഒരു ശതമാനം കുട്ടികൾക്ക് ഇതിലേക്ക് വഴിതിരിയുന്നുണ്ടോ എന്നുള്ള ഒരു ഇത് വന്നപ്പം അവരൊരു 2-3 കോച്ചിങ് ക്ലാസ്സുകളുണ്ടാക്കി. ഒന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫുട്ബോൾ ഇതാണ്. ഇനി വോളിബോൾ, സ്വാഭാവികമായിട്ടും വോളിബോൾ, ചെറിയ അങ്ങനത്തെ കളികൾ, പ്രധാനപ്പെട്ട കുറേ കളികൾ, ഭയങ്കര എൻഗേജ്മെൻ്റ് ഉണ്ടാക്കുന്ന ഇത്. ഇവർക്ക് ഈ പ്രായത്തിൽ കുറേ എനർജി യൂസ് ചെയ്യണം. അപ്പം ഇവർ വേറെ യാതൊരു തരത്തിലുള്ള ഇൻ്റർവെൻഷൻ ആ സ്കൂളിൽ നടത്തിയില്ല. വൈകുന്നേരത്തുള്ള സമയത്ത്, സ്കൂൾ വിട്ടുള്ള സമയത്ത് എൻഗേജ്മെൻറ്റ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അത് ഭയങ്കര ചേഞ്ചാണ്. നിങ്ങൾക്കൊരു എന്താ പോലീസിങ്ങോ മറ്റൊരു തരത്തിലുള്ള പോലീസിങ്ങിൻ്റെയോ യാതൊന്നിൻ്റെയും ആവശ്യമില്ലാതെ ഈ പ്രശ്നത്തെ അവർ പരിഹരിച്ചു എന്നാണ് പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് ഈ കുട്ടികളെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇപ്പം അത് കഴിഞ്ഞ 6 മാസമായിട്ട് ഇപ്പം വലിയ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. സർ, നമ്മൾ ഈ പൊതുവിദ്യാലയങ്ങളുടെ ഹൈടെക് മാതൃകയിലേക്ക് തിരിച്ചു വന്നാൽ അതുപോലെ നമ്മൾ സംസാരിക്കേണ്ട മറ്റൊരു വിഷയമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത വളരെ ജെൻഡർ സെൻസിറ്റീവായ എല്ലാ മതങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന പാഠപുസ്തകങ്ങൾ. അച്ഛൻ അടുക്കളയിൽ പാചകം ചെയ്യുന്നു, അമ്മ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടുന്നു, അത്തരത്തിലുള്ളൊരു ജെൻഡർ റോൾസൊക്കെ മാറ്റിയിട്ടുള്ള. അപ്പോൾ നമ്മൾ ഈ ഹാർഡ്വെയർ സിസ്റ്റം ശരിയാക്കുന്ന പോലെ തന്നെ ഈ കണ്ടൻറ്റിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇനിയും വരേണ്ടതുണ്ട് എന്ന് അങ്ങേക്ക് തോന്നുന്നു? അതായത് നിങ്ങൾ ഉൾപ്പെടെയുള്ള തലമുറ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടെ ചിത്രങ്ങൾക്കകത്തെങ്കിലും നിങ്ങൾ ഇത് ജെൻഡർ ന്യൂട്രൽ ഇത് വന്നിട്ടുണ്ട്. ഈ 96-ലെ മറ്റേ ആ പഴയ DPP ഇതിനകത്ത് മുതൽ ചിത്രങ്ങളിലെങ്കിലും. പക്ഷേ
അതിനെ പൂർണ്ണമായിട്ട് അന്ന് ഈ കൺസെപ്റ്റ് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ അധ്യാപകൻ, അധ്യാപിക എന്നൊക്കെ പറഞ്ഞാൽ അതിന് പറയുമ്പോൾ അധ്യാപകർ എന്നുള്ളൊരു ന്യൂട്രൽ വാക്ക് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞ സംഗതിയിലേക്ക് വന്നിട്ടില്ലായിരുന്നു. ഇപ്പം പാഠപുസ്തകത്തിനകത്ത്, പ്രത്യേകിച്ച് ഇത്തവണ പരിഷ്കരിച്ചിരിക്കുന്ന പാഠപുസ്തകത്തിനകത്ത് പൂർണ്ണമായി ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ ബോൾഡാക്കിയിട്ട് അന്ന് വരുത്തിയിട്ടുള്ളതിലെ ഒരു സംഭവം ഞാൻ പറയാം. ആദ്യം രാകേഷ് എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, അറിയുമല്ലോ രാകേഷ് ഒരു 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിന് കവർ ചെയ്തിരിക്കുന്നതിനകത്ത് ഒരു കുട്ടി എന്താ സ്ലൈഡറിനകത്ത് താഴെ ഇറങ്ങി ഇരിക്കുന്നു. അതൊരു പെൺകുട്ടിയാണ്, പക്ഷെ സ്ലൈഡറിൻ്റെ മുകളിലൊരു ആൺകുട്ടിയാണ് ഇരിക്കുന്നത്. ഇതുകൊണ്ട് ഈ അപ്രൂവലിന് ഞാൻ അന്ന് ലിഡ ജേക്കബ് ആയിരുന്നു പിന്നെ DP ആയിരുന്നു. അപ്പോൾ അവർ ചിത്രം കണ്ടിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ മെയിൽ ഷോവിനിസ്റ്റുകളാണ് പറഞ്ഞു. എന്താണ് നോക്കൂ, നിങ്ങളൊരു ആൺകുട്ടിയെ മുകളിൽ കയറ്റി വെച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചുമ്മാ ആർഗ്യുമെൻറ്റിന് പറഞ്ഞു, അല്ല പക്ഷെ അതിന് മുമ്പ് ഒരു പെൺകുട്ടി അത് സ്ലൈഡ് ചെയ്ത് താഴെ പോയിട്ടുണ്ട്, അത് പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും എങ്ങനെയാണ്, നിങ്ങളുടെ വിഷ്വൽ സെൻസിബിലിറ്റി എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അന്ന് മുതലേ അവരൊക്കെ അത് മനസ്സിൽ ഉണ്ടായിരുന്നിരുന്നു ഈ സംഗതി. ആ ചിത്രം മാറ്റി വരപ്പിച്ചു. പക്ഷെ ഇച്ചിരി കൂടെ ബോൾഡായിട്ട് ആണ്. അടുക്കള എന്ന് പറയുന്നൊരു വലിയ എന്താണ് സാമൂഹിക അന്തരീക്ഷമാണ് അടുക്കള. അല്ലെങ്കിൽ അടുക്കള ഒരു സമൂഹത്തിൻ്റെ കണ്ണാടിയാണ്. അടുക്കളയിൽ നിന്നാണ് എല്ലാ വിപ്ലവവും പണ്ട് എന്ന് പറയുന്ന അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് മുതൽ ഉള്ള. അപ്പം അതൊരു പിന്നെ അതിനകത്തൊരു അച്ഛൻ കയറിയിട്ട് അടുക്കള ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് അന്ന് വിവാദമായിരുന്നത്. അതുപോലും അച്ഛൻ ഞാൻ അങ്ങനെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ നോട്ടെ, ഏതെങ്കിലും ഒരു വീടുകളിൽ, ചില വീടുകളിൽ എന്താണെങ്കിലും ഇപ്പം പുതിയ തലമുറയിലെ വീടുകൾ ഓരോ ദിവസം മാറി അവർ ചെയ്യുന്നു. നിങ്ങൾ പുറത്ത് താമസിക്കുന്നവരും ഇങ്ങനെയൊക്കെ ഉള്ളത്. നമ്മുടെ ഒരു പൊതു സങ്കല്പം അനുസരിച്ചും അതിനെയൊക്കെ മാറ്റേണ്ട കാലം ആയിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ ഒരു ചിത്രം വലിയ വിവാദങ്ങൾ കൊണ്ടുവന്നിരുന്നു. അത് ജെൻഡർ ന്യൂട്രൽ ആക്കണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണം എന്ത് വെച്ചെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പം ജെൻഡർ ന്യൂട്രൽ ഡ്രസ്സുകൾ ധരിക്കുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നാട് പിന്നെ നാരായണുണ്ണി എന്ന് പറഞ്ഞ SCRTയിലെ മുമ്പത്തെ ഒരു റിസർച്ച് ഓഫീസറായിരുന്നു. അദ്ദേഹം കുട്ടികളൊക്കെ ചോദിക്കുന്ന കേട്ടു, നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഇനി അടുത്തത്, ഞങ്ങൾക്ക് ഇനി യൂണിഫോം കൂടെ ജെൻഡർ ന്യൂട്രൽ ആക്കണം എന്നൊരു താല്പര്യമുണ്ട്. അത് നിങ്ങളുടെ മാനേജ്മെൻറ്റ് സമ്മതിക്കുമോ? അത് സമ്മതിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ PTA സമ്മതിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം ജെൻഡർ ന്യൂട്രൽ എന്താണെന്നുള്ളത്, എന്താണ് കംഫർട്ട് ആകുന്നത്, എന്താണ് നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് അതിനകത്ത് ഉള്ളത്, അതായത് എനിക്ക് മാവായി കയറാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആ പിള്ളേർ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളെ 7 പേരൊക്കെ ചോദിക്കും, നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഞങ്ങൾക്ക് മാവായി കയറാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് നന്നായി ചാടാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയണത്, ഓടാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ സംഗതി പറയുന്നത്. അപ്പം അതെന്താണെങ്കിലും അപ്പം മറ്റേ അവർ പറയുന്നുണ്ട് ഞങ്ങൾ ജെൻഡർ ന്യൂട്രൽ ആക്കാൻ പോകും. അപ്പം ജെൻഡർ ന്യൂട്രൽ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് കുട്ടികളെ സംബന്ധിച്ച് ചെറിയ കുട്ടികൾക്ക് വളരെ നല്ല ബോധ്യമുണ്ട്. സാർ, ഇത് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ സ്ഥലത്ത് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ഇന്ന് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ വളരെ വിസിബിളാണ്. അതേസമയം ഈ കണ്ടൻറ്റിൻ്റെ സൈഡിൽ നമ്മൾ ഇത്തരം മാറ്റങ്ങൾക്ക് തുടക്കമിടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ നമ്മൾ ഏത് ദിശയിലേക്കാണ് യാത്ര ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു കുട്ടികളെ എന്തു പഠിക്കണം, ഒരു ലേണിംഗ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ള തരത്തിൽ ഏത് ദിശയിലേക്കാണ് നമ്മൾ മാറേണ്ടത്? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു നല്ല മനുഷ്യനാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മുടെ സ്കൂളിലെ വിദ്യാഭ്യാസം ഒരു നല്ല സമൂഹത്തിന് വേണ്ടി ഒരു നല്ല മനുഷ്യനെ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്ന സംഗതിയാണ്. ഉൽപ്പാദിപ്പിക്കുകയാണ്. അതിനകത്ത് കളക്റ്റീവ്നെസ്സാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതായത് പൊതുവായിട്ടുള്ള ഒത്തൊരുമയോട് കൂടിയിട്ടുള്ള പിന്നെ ഈ കണ്ടൻറ്റിനെ ക്ലാസ് റൂമിൽ ഉൽപ്പാദിപ്പിക്കപ്പെടണമെന്നാണ്. പിന്നെ കണ്ടൻറ്റ്, അതായത് അതിനകത്ത് എല്ലാവർക്കും റോളുണ്ട്. കുട്ടിക്ക് റോളുണ്ട്, രക്ഷിതാവിന് റോളുണ്ട്, സമൂഹത്തിന് റോളുണ്ട്, പിന്നെ അധ്യാപകർക്ക് റോളുണ്ട്. അധ്യാപകർ അതിനകത്ത് ഫെസിലിറ്റേറ്റർ, അതായത് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിൽ പിന്നെ 15 അഭിപ്രായങ്ങളുണ്ടാവും. ഇതിനെ ഈ 15 അഭിപ്രായങ്ങളെ ക്രോഡീകരിക്കുകയും അതിനെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ജോലി ആയിരിക്കും അധ്യാപകൻ ചെയ്യുന്നത്. സ്ട്രക്ചേർഡ് ആയിരിക്കത്തില്ല കുട്ടികൾ പറയുന്ന സംഗതി. അപ്പം അങ്ങനെ ലേണിംഗ് പ്രോസസ്സിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നെ ക്ലാസ് റൂമിൽ ഉണ്ടാക്കപ്പെടേണ്ടത്, പ്രത്യേകിച്ച് പ്രൈമറി ക്ലാസ്സുകൾ, ചെറിയ ക്ലാസ്സുകളിൽ. പിന്നെ ലോക്കൽ കണ്ടൻറ് ഉണ്ടാക്കണമെന്നാണ്
യഥാർത്ഥ എൻ്റെ ഒക്കെ സങ്കല്പത്തിൽ ലോക്കൽ കണ്ട അതിൻ്റെ നിങ്ങളിപ്പം പിന്നെ മാനന്തവാടിയിലെ കുട്ടി പഠിക്കുന്ന 1ാം ക്ലാസ്സിലെ കുട്ടി പഠിക്കുന്ന ടെക്സ്റ്റ് ആയിരിക്കത്തില്ല തിരുവനന്തപുരത്തെ ഇത് പഠിക്കേണ്ട ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അത് അവർക്ക് വേണ്ടിയിട്ട് ടൈലർ മെയ്ഡ് ആയിരിക്കും. തിരുവനന്തപുരത്ത് വന്ന് കുട്ടി കാണുന്നതും അവൻ കാണുന്നതിനെ കുറിച്ചിട്ട് വേണം അവൻ പഠിപ്പിക്കാൻ. അവൻ്റെ പരിസര പഠനം എന്ന് പറഞ്ഞാൽ അവൻ കാണുന്നതിനെ കുറിച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. മാനന്തവാടിയിലെ കുട്ടി കാണുന്നത് അല്ല തിരുവനന്തപുരത്തെ കുട്ടി കാണുന്നത്. അപ്പം അങ്ങനെ ആയിരിക്കണം ലേണിംഗ് പ്രോസസ്സ് അവൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് ആരംഭിച്ചിട്ട് പതുക്കെ ചേട്ട് വേണം നിങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഇതിലേക്കും കയറി പോകാനുണ്ട്. നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനെ കുറിച്ച് പഠിക്കാം, ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് പഠിക്കാം, അങ്ങനെ എനർജികളെ കുറിച്ച് എല്ലാം പഠിക്കുന്നത്. നിങ്ങളുടെ ബേസ് എന്ന് പറയുന്നത് ഈ മാനന്തവാടിയിലോ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചുറ്റും കാണാൻ പഠിച്ചിരിക്കുന്ന അവിടെ റൂട്ടായിരിക്കും. ആ റൂട്ട് അങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്യേണ്ട സംഗതി. അപ്പോൾ ഇത് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ നമ്മുടെ ദേശത്തിനെക്കുറിച്ചും നാടിനെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഒക്കെ പഠിക്കേണ്ടതുണ്ട്. അത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാഠ്യപുസ്തകം തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സൂക്ഷ്മത പുലർത്തേണ്ടത്? പിന്നെ പല ആളുകളും മറ്റേ പ്രാദേശിക ചരിത്രം ഉണ്ടാക്കുന്ന സംഗതിയുണ്ട്. അതായത് നാടറിയുമ്പോഴേ നമ്മളെ അറിയത്തുള്ളൂ. നാടറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അറിയുന്നു. നമ്മളെ അറിഞ്ഞാലാണ് നമ്മുടെ സ്ട്രെങ്ത് നമ്മളറിയുന്നു. അതിനാണ് ഈ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യുന്നത്. ഇവൻ്റെ നിങ്ങളെ പഴയ ഫോട്ടോകളൊക്കെ എടുത്തിട്ട് ശേഖരിച്ചു കൊണ്ടുവരൂ. നിങ്ങൾ കഥകൾ നാട്ടിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളവരുടെ കഥകൾ എന്തായിട്ട്, അതിന് മുമ്പത്തെ ജീവിതം എങ്ങനെയാണ്, ഇങ്ങനെയുള്ളൊരു രീതി ഇതിലൂടെയാണ് ഇത് നടത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ എന്ത് ശേഷിയാണ് കൊച്ചിനുണ്ടാവേണ്ടതെന്നുള്ളത് കണ്ടിട്ടുണ്ട്. സൂക്ഷ്മത എന്ന് പറയുമ്പം അതിനകത്ത് ഇപ്പം ഭാഷ, മതം, പിന്നെ അതിൽ ഒത്തിരി പൊളിറ്റിക്കൽ കറക്ഷൻസ് വേണ്ട ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പം പ്രത്യേകിച്ച് സോഷ്യൽ സയൻസിനകത്തൊക്കെ വരുമ്പോഴത്തേക്കിന് എന്നും പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് ഏത് സാധനത്തിനകത്തും സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളിലേക്ക് ചെത്താം. ഇതെല്ലാം കൃത്യമാണോ എന്നുള്ള 2-3 വട്ട പരിശോധനയ്ക്ക് ശേഷമേ നിങ്ങൾ കണ്ടൻറ്റുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. തെക്കേ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലേക്ക് വന്ന തീവണ്ടി നിന്നു. ഉടനെ പോകുന്ന പ്രശ്നമില്ല. അയാൾ വണ്ടിയിൽ നിന്നിറങ്ങി ഒരു പാലത്തിൽ ചെറുകിൻ്റെ കൈവരിയിൽ ആയിരുന്നു. താഴെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഒരു സ്ത്രീ അവർക്ക് തുണിയല്ലാതെ മറ്റൊരു വസ്ത്രം പകരം വയ്ക്കാൻ ഇല്ലാത്തതുകൊണ്ട് അവർ ഒരു സൈഡ് കൊണ്ട് മറിച്ചിട്ട് മറ്റേ സൈഡ് ഉണക്കിക്കൊണ്ടിരിക്കുന്നു. തനിക്കെന്തിനാണ് ഈ തലപ്പാവും ഈ മെൽമുണ്ടും? അയാൾ അങ്ങനെ ചിന്തിച്ച് അയാൾ ഇത് ആ സ്ത്രീക്ക് ഒഴുക്കി കൊടുക്കുന്നു. ആരായിരുന്നു അയാൾ? ഇതാണ് ഏകദേശം ഇതാണ് എൻ്റെ കണ്ടൻറ്റിൻ്റെ ഉള്ളടക്കം. അതാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ആരായിരുന്നു അയാൾ? കുട്ടികളും നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായത് ഗാന്ധിജിയാണ്. അന്ന് ഗാന്ധി ഫിലിം അത്ര പോപ്പുലറായിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിനകത്തെ ഒരു ഇത് വളരെ പ്രധാനപ്പെട്ട രംഗം. എങ്ങനെയാണ് അദ്ദേഹം ഡ്രസ്സ് അർത്ഥനഗ്നനായി മാറുന്നു എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടി കാണിച്ചിരിക്കുന്ന സാധനമാണ്. അപ്പം അത് ആദ്യത്തേത് ഗാന്ധിയെ അയാൾ എന്ന് വിളിച്ചു. അങ്ങനെ ഗാന്ധിയെ അയാൾ എന്ന് വിളിച്ചു. പിന്നെന്ത് കഴിഞ്ഞാൽ പാഠപുസ്തകം കംപ്ലീറ്റ് തിരുത്തി രണ്ടാമത് അച്ചടിച്ചു. അയാളിനെ അദ്ദേഹം, ആരായിരുന്നു അദ്ദേഹം? പക്ഷേ അതിൻ്റെ ഒരു പോയറ്റിക് ഇതിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കഥയാണത്, അല്ലെങ്കിൽ ഒരു സംഭവമാണ്. വളരെ പോയറ്റിക്കായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആ പോയറ്റിക്കിനകത്ത് അദ്ദേഹം എന്നുള്ള വന്നപ്പോഴത്തേക്കിന് അതിൻ്റെ അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയി. എന്നാലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് പിള്ളേർക്ക് അക്ഷരത്തിൻ്റെ കാര്യത്തിൽ മുമ്പ് പറഞ്ഞില്ലേ, കുട്ടികൾക്കൊരു രസമുള്ള സ്വഭാവമുണ്ട്. അതായത് നമ്മുടെ ഭാഷയുടെ സൗന്ദര്യം കൂടുന്നതിൽ ഒരു ഘടകം കുട്ടികൾ. അപ്പം മേഘാവൃതമായിരുന്നു എന്ന് കുട്ടികൾ എഴുതത്തില്ല. അവ എഴുതി കഴിയുമ്പോൾ ഏതാണ് വേണ്ടത് എന്ന് സംശയം തോന്നി ഉടനെ മഴക്കാർ കൊണ്ടുവന്ന് വയ്ക്കും. അത് കുറച്ചുകൂടെ മലയാളത്തോടുള്ള, അതായത് മറ്റേ സംസ്കൃതം ഇല്ലാത്ത ഒത്തിരി പദങ്ങൾ ലാളിത്യത്തോട് കൂടിയിട്ട് എഴുതുകയാണ് കുട്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞു.
ഈ ഹരിത വിദ്യാലയം പ്രോജക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ആ റിയാലിറ്റി ഷോയെ പറ്റി ചോദിക്കാതെ പോയാൽ ശരിയാവില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യത്തെ ഹരിത വിദ്യാലയത്തിൻ്റെ റിസൾട്ട് വരുമ്പോൾ കാസർഗോഡുള്ള കൂട്ടക്കനി എന്ന് പറയുന്ന ഒരു സ്കൂളിനാണ്, ആ പ്രദേശത്തെ ഒരു സ്കൂളിനാണ്. അത് വലിയ മാതൃകയായി അന്ന് ചർച്ച ചെയ്തിരുന്നു. ആ മാതൃക എന്താണെന്നറിയണം. അത് ആ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു എക്സെപ്ഷനാണോ അതോ നമുക്ക് എല്ലായിടത്തും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു പൊതു മാതൃകയാണോ? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അത് ആ ഗ്രാമത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഏത് ഗ്രാമത്തിലും നടത്താൻ പറ്റുന്ന, അതായത് എൻ്റെ ആ പൊതുസമൂഹത്തിനുണ്ടല്ലോ, അവിടുത്തെ ആ പഞ്ചായത്ത് അല്ലെങ്കിൽ ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും അവരുടെ ഒരു പൊതു ഇടമായിട്ടാണ് അവർ ആ സ്കൂളിനെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് സ്വന്തം വീട് പോലെയാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു മാതൃക ഒന്ന് പറയാമോ ആദ്യം? അവരെന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ രക്ഷിതാക്കളും ഏതെങ്കിലും തരത്തിൽ ആ സ്കൂളിലെ സംഭവങ്ങളുമായിട്ട് ഇടപഴകും. കുട്ടികൾ എപ്പോഴും സ്കൂളിൽ ഇരിക്കുമല്ലോ, ഇന്ന് അവരോരോ കാര്യങ്ങൾക്കായിട്ട് ഓരോ ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാനും ഇതൊക്കെ ആയിട്ട് ഓരോ എങ്ങനെ അവിടെ വിത്തുകൾ ഒത്തിരിയുള്ള സ്ഥലമാണ്, പലതരത്തിലുള്ള വിത്തുകൾ. അപ്പോൾ വിത്തുകൾ ചെയ്യുന്ന കുഞ്ഞിരാമേട്ടൻ്റെ അവിടെയാണ് കൂടുതൽ വിത്ത് ശേഖരം ഉള്ളെങ്കിൽ കുഞ്ഞിരാമേട്ടൻ്റെ പണ്ടത്തെ കാലത്തെ കഥ ഇതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് എന്താണ് അവർ പോകുന്നു, എഴുതിയെടുക്കുന്നു. അങ്ങനെ എല്ലാം നാട്ടിൽ അവൈലബിളായിട്ടുള്ള എല്ലാ ജീനിയസുകളെയും അല്ലെങ്കിൽ പഴയ അറിവുകളുള്ള എല്ലാവരുടെ അടുക്കൽ നിന്നും അവർ പോയി അറിവുകൾ ശേഖരിക്കും. ഇത് പിന്നെ അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ഓരോ ഇതിനകത്തും സ്കൂള് ഏതെങ്കിലും തരത്തിൽ ഇടപെടുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ, അതായത് സ്കൂളൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്, കണക്റ്റിംഗ് പോയിൻ്റാക്കി അവർ ഡെവലപ്പ് ചെയ്തെടുത്തു. അതാണ്. പിന്നെ വായിക്കാനുള്ള വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി വായിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ക്ലാസ് മുറികളിലും ലൈബ്രറികളെ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം എല്ലാ പുസ്തകങ്ങളും മുഴുവൻ കുട്ടികളും വായിക്കുന്ന തരത്തിലുള്ളൊരു സംവിധാനമുണ്ട്. അപ്പം അതാണ് കുട്ടക്കനി. ആ കുട്ടക്കനി ഇതിനകത്ത് എനിക്ക് എഴുതാൻ ഗുണമെന്നുണ്ട്. പക്ഷേ എൻ്റെ പേനയിലെ മഷി തീർന്നല്ലോ എന്ന് പറഞ്ഞിട്ടൊരു 2ാം ക്ലാസ്സുകാരൻ പയ്യൻ, എനിക്കാവുന്നില്ലല്ലോ, എൻ്റെ പേനയിലെ മഷി തീർന്നല്ലോ എന്ന് പറയുന്നൊരു അന്ന് ആ ഷോയ്ക്കകത്തൊരു കുട്ടി പറയുന്നുണ്ട്. ആ കുട്ടി പക്ഷേ ഒരു വലിയൊരു നമ്മുടെ ഒരു 5-6 വർഷം മുമ്പ് TKM എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു കുട്ടി വൈദ്യുതാഘാതം ഏറ്റ് മരിച്ചതിനകത്ത് മരിച്ചു പോയത്. അപ്പോൾ അതൊരു വലിയ ഷോക്കിംഗ് എക്സ്പീരിയൻസ് നമ്മളെ സംബന്ധിച്ചും. കാരണം അത് അത്ര ഓമനത്വം ഉണ്ടായിരുന്നിരുന്ന ഭയങ്കര ബ്രില്യൻ്റായിട്ടുള്ള ഒരു കവിയായിരുന്നിരുന്ന കുട്ടി. അപ്പോൾ അവൻ എഴുതി വച്ചിരിക്കുന്ന ലേഖനങ്ങൾ അല്ലെങ്കിൽ എഴുതി വച്ചിരിക്കുന്ന കവിതകൾ പ്രസിദ്ധീകരിക്കാതെ അവൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടാകും, അവൻ്റെ ഡയറിയിൽ ഇരിപ്പുണ്ടാകും. എന്നൊക്കെ ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് സംഗതി. കുട്ടക്കനിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ ആ കുട്ടിയെ വന്ന് കൊടുക്കുന്നു. സർ, കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം കണ്ടന്റ് വൈസ് ആയിക്കോട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയിക്കോട്ടെ, 2 മേഖലയിലും എങ്ങനെയൊക്കെ മാറിയിരിക്കുന്നു? ആ മാറ്റത്തെ ഒന്ന് ക്രോഡീകരിച്ച് പറയുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മറുപടി? വലിയൊരു മാറ്റം. നമുക്ക് സാധാരണ നിലയിൽ ഒരു 10 വർഷം കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തുള്ള ചില നേട്ടങ്ങൾ. നേട്ടത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾ വളരെയധികം കൂടി എന്നുള്ളതാണ്. 2.25 ലക്ഷത്തോളം കുട്ടികൾ അധികമായിട്ട് നമ്മുടെ പൊതുവിദ്യാലയം, അതാണ് അതിൻ്റെ വിശ്വാസ്യത എന്ന് പറയുന്ന സംഗതി. അതിന് വേണ്ടി വന്നതെന്ന് വെച്ചാൽ ജനങ്ങളുടെ കൂട്ടായ്മ കൊണ്ടുവരാൻ പറ്റി. നമ്മുടെ വിദ്യാലയങ്ങളിൽ പൊതുസമൂഹം ഇടപെടാൻ തുടങ്ങി. വലിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാക്കി. സാധാരണ നിലയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ലാത്ത തരത്തിലുള്ള, നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള നമ്മുടെ പഴയ സ്കൂളുകളിൽ നിന്ന് അതിൻ്റെ പുറത്തുള്ള ഇതിനകത്ത് മാറ്റം വരുത്താൻ പറ്റി. അടുത്ത പാഠ്യപദ്ധതിയിൽ തന്നെ പൂർണ്ണമായിട്ടും പരിഷ്കരിച്ചു. ചൈൽഡ് സെൻറ്റേർഡായിട്ടുള്ള ഇത് നമ്മൾ എന്നും പറയുമെങ്കിലും ഇപ്പോൾ അത് പൂർണ്ണതയിലെത്തിക്കുന്ന തരത്തിലേക്ക് എത്തി. പാഠപുസ്തകങ്ങൾ, മുഴുവൻ പാഠപുസ്തകങ്ങൾ 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങളെല്ലാം പരിഷ്കരിച്ചു. ഇതൊക്കെ വളരെ അപൂർവങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ക്ലാസ് റൂമുകൾ മുഴുവൻ ഹൈടെക് ആക്കി. 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി. പ്രൈമറി സ്കൂളുകൾ വരെ ലാബുകൾ വന്നു, കമ്പ്യൂട്ടർ ലാബുകൾ വന്നു. കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു, അതായത് റോബോട്ടിക് കിറ്റുകൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അത് റോബോട്ടിക് കിറ്റുകളിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് 10ാം ക്ലാസ്, ഇക്കൊല്ലം 10ാം ക്ലാസ്സിൽ പുറത്തിറങ്ങുന്ന മുഴുവൻ കുട്ടികളും അതിൻ്റെ അറിയുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകരെ മുഴുവൻ ടെക്നോളജിയുമായിട്ട് അടുപ്പിച്ചു. AI വരെയുള്ള
ട്രെയിനിങ് കൊടുത്തു. എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്ലാസ് റൂമിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിനായിട്ട് അധ്യാപകൻ്റെ സഹായിയായിട്ട് വർത്തിക്കാമെന്ന് ഉള്ളത്. ഇങ്ങനെ ഉള്ള അതിവിപുലമായ സംവിധാനങ്ങളാണ് ചെയ്തത്. ഇതിനെല്ലാം പറയുമ്പോൾ വേറൊരു സംഗതി ഇതായിട്ട് എത്തിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാത്തിൻ്റെ ഗവേണൻസ് പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്സ് തുടങ്ങിയുള്ള മുഴുവൻ കാര്യങ്ങളും പിന്നെ ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡാണ്. അതുകൊണ്ട് വലിയ പരാതികളില്ലാതെ ചെയ്യുന്നു. അങ്ങനെ വലിയ മാറ്റങ്ങളാണ് ഈ 10 വർഷം കൊണ്ട് വിദ്യാഭ്യാസ രംഗത്തുണ്ടായത്. സാറിൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങൾ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഇതിപ്പോൾ നിലനിൽക്കുന്നതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. ഇനി ഒരു 5 വർഷക്കാലത്തിന് അല്ലെങ്കിൽ ഒരു 10 വർഷക്കാലത്തിനപ്പുറം നമ്മൾ എവിടേക്കാണ് ചെന്ന് നിൽക്കേണ്ടത്? ഏത് റൂട്ടിലാണ് നമ്മൾ യാത്ര ചെയ്തെത്തേണ്ടത്? ഇതിന് ഇപ്പം വിഷൻ 2031 എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്കഷനൊക്കെ നടത്തിയിട്ട് കുറേ കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് ഈ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കണം എന്നുള്ളത് കുറിച്ചൊരു ചർച്ച നടത്തി. അങ്ങനെയാണ് ഈ വിഷൻ 2031 വരുന്നത്. പക്ഷേ ഇത് ഞാൻ വേറൊരു തരത്തിൽ പറയാം. ആദ്യം വിദ്യ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വിദ്യക്ക് ഒരു എഴുത്തുകാരിയാകണമെന്നാണ് ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ എഴുത്തുകാരിയാകണമെങ്കിൽ അതിന് തക്കമായ സാഹചര്യം ഇത് പറയുന്ന അല്ലെങ്കിൽ സ്കൂളിൽ കയറുന്ന മുതൽ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുന്ന വരത്തേക്കിന് എഴുത്തുകാരിയാകാനുള്ള വഴി അവൻ തെളിച്ചു തരണം. ഓരോ വിദ്യാർത്ഥിക്കും ഓരോ പ്രൊഫൈലുണ്ടാവണം. ആ പ്രൊഫൈൽ ഉണ്ടാവും. ആ പ്രൊഫൈലിനകത്ത് ഞാൻ സ്കൂളിൽ കടന്നു വന്ന വഴികളെ മുഴുവൻ കാര്യങ്ങളുണ്ട്. എന്നെ ഈ എഴുത്തുകാരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. എഴുത്തുകാരനായിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഇനിയൊന്നും വലിയ വിഷമമൊന്നുമില്ല. വെർച്വൽ ഇതിനകത്തൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ, വായനയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാം. അങ്ങനെ ഒത്തിരി തരത്തിൽ നിങ്ങളെ മെൻറ്റർ ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഓരോ കുട്ടിയെയും ഓരോ യൂണിറ്റായിട്ട് കണ്ട് മെൻറ്റർ ചെയ്തിട്ട് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് 30 കുട്ടികൾ ക്ലാസ് ഉണ്ടെങ്കിൽ 30 പോർട്ട്ഫോളിയോകളുണ്ട്. 30 പേർക്ക് ഒരു വ്യക്തിഗത മാർഗരേഖയിലൂടെ കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒന്ന്. 2, പൊതുസമൂഹവും സ്കൂളും തമ്മിൽ ഭയങ്കര ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകും. അവിടെ നിങ്ങൾക്ക് നാട്ടിലുണ്ടാകുന്നൊരു പ്രശ്നത്തിനകത്ത് സ്കൂളിനൊരു ഇന്നോവേഷൻ കൊടുക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ നമ്മുടെ മാലിന്യ പ്രശ്നം ഉണ്ടാകുന്നു. മാലിന്യ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ സ്കൂളിന് വേണേൽ നിർദ്ദേശിക്കാൻ പറ്റും. അപ്പോൾ സ്കൂളൊരു എപ്പോഴും ഒരു ആക്റ്റീവ് ആയിട്ടുള്ള പരീക്ഷണശാലയായിട്ട് മാറും. കുട്ടികൾക്ക് പങ്കാളിയാവാം. അങ്ങനെ അതൊരു വളരെ പ്രധാനപ്പെട്ട സാധനം. അപ്പം കുട്ടികൾക്ക് പങ്കാളിയാവും. സോഷ്യൽ കൺസ്ട്രക്റ്റിൻ്റെ ഭാഗമാവുകയാണ് കുട്ടികൾ. അങ്ങനെ ആ ലെവലിലേക്ക് സ്കൂളിനെ വളർത്തിക്കൊണ്ടുവരണം. അധ്യാപകരെ വളർത്തിക്കൊണ്ടുവരണം. ഇങ്ങനത്തെ തരത്തിലുള്ള വേറൊരു സങ്കല്പമായിരിക്കും ഈ 5 വർഷം കഴിയുമ്പോഴത്തേക്കുണ്ടാകും. അന്നേരം ഉണ്ടാകുന്ന ടെക്നോളജി എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിൻ്റെ കൂടെ അഡീഷൻസായിട്ട് വരും. എന്താണേലും അടിസ്ഥാനപരമായിട്ട് കുട്ടിയാണല്ലോ ഘടകം. ആ കുട്ടിയെ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് അവന് എക്സ്പോഷർ ഉണ്ടാക്കി കൊടുക്കുക. ആ വിഷയത്തിലേക്ക് കൂടുതൽ ഇത് ചെയ്യാൻ പറ്റുക. പിന്നെ ഭാവിയിലേക്ക് പോകുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു 8ാം ക്ലാസ്സൊക്കെ വരുന്ന മുതൽ തന്നെ കൊച്ചിനെ വഴി കാണിച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സംവിധാനം അതിനകത്ത് ഉരുത്തിരിഞ്ഞ് വരണം. ഇപ്പം പിയർ ഗ്രൂപ്പ് പ്രഷർ മൂലമാണ് പലരും, എനിക്ക് ഒരു മോഹം ഉണ്ടെന്നിരിക്കട്ടെ, ആ മോഹം നമ്മുടെ കൂടെ പഠിക്കുന്ന ആളുകളെല്ലാം ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പം ഈ കൂടെ പഠിക്കുന്ന കുട്ടികൾ വലിച്ചുകൊണ്ട് പോകുന്ന അപ്പം നമ്മുടെ ഇൻഡിവിജ്വൽ, നമ്മുടെ വ്യക്തി എന്ന് പറയുന്നത് ഇല്ലാതെ പോകും. അതൊക്കെയാണ് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നത്തെയൊക്കെ ഈ ചെറിയ നമ്മളെന്താണ് ഒരു 8ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഇനം തിരിച്ചിട്ട് തിരിച്ചുവിടുന്ന തരത്തിലുള്ളൊരു സമ്പ്രദായം ആയിരിക്കണം 5 വർഷം കഴിയുമ്പോഴത്തേക്കിന് ഉണ്ടാകുന്നത്. അതായത് ഒരു ദിവസം ഇന്ന് പെട്ടെന്നങ്ങനെ ഒരു അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇന്ന് എൻ്റെ സ്കൂൾ മിസ്സാവുമല്ലോ എന്ന് കൊച്ചിന് തോന്നുന്ന തരത്തിലായിരിക്കണം സ്കൂളെന്ന് പറയുന്നത്. ആ പ്രതീക്ഷയിൽ രക്ഷിതാക്കൾക്ക് എന്താണ് കുട്ടികളോട് ആഡ് ഓൺ ചെയ്യാനുള്ളത്? രക്ഷിതാക്കളുടെ പങ്ക് എന്താണ്? ആദ്യം ഈ DPP കാലം മുതലുണ്ടായിരുന്നൊരു പ്രശ്നം വെച്ചാൽ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള വേറൊരു പെഡഗോഗി സംവിധാനം വളർത്തിക്കൊണ്ടുവരണം. അതായത് ഇങ്ങനെയൊക്കെ ആദ്യം വരുമ്പം നമ്മൾ രക്ഷിതാക്കളെ അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കണം. നേരത്തെ തന്നെ നിങ്ങൾ ഇവിടേക്ക് അപേക്ഷിക്കാൻ വരുന്നതിന് നിങ്ങൾ അപേക്ഷിക്കണോ വേണ്ടതെന്ന് പിന്നെ തീരുമാനിക്കുക. മുമ്പ് കൗൺസിലിംഗ് നടത്തണം. എന്താണ് ഈ നമ്മുടെ പാഠ്യപദ്ധതി അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കുട്ടിയെ ഈ സ്കൂളിൽ നിന്ന് ആ കുട്ടിക്ക് കൊടുക്കാൻ പോകുന്ന സംഗതി. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ റോൾ എന്താണ്? നിങ്ങൾ ഇതിനകത്ത് എൻ്റെ ഒരു മകൻ്റെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർക്കാൻ കൊണ്ടുവന്നപ്പം
അവിടുത്തെ ഡയറക്ടർ നടത്തിയിരിക്കുന്ന ഇതുണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇത്രയും കാലം കൊണ്ട് നിങ്ങൾ ഈ കുട്ടിയെ സ്പോയിൽ ചെയ്തിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. അതായത് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള മത്സര പരീക്ഷകൾക്ക് പഠിക്കാനുമായിട്ട് നിങ്ങൾ സ്പോയിൽ ചെയ്തിട്ടുണ്ടാവും. ഇനി ഞങ്ങൾക്ക് വിട്ടേക്കും, ഞങ്ങളിവരെ മനുഷ്യരാക്കി തിരിച്ചു തരും. മനസ്സിലായില്ലേ? അതാണ് ജോലി ചെയ്യുന്നത്. ഈ പറഞ്ഞ രീതി അവർ മനുഷ്യരാക്കി തിരിച്ചു തന്നു. സാറേ, സംതൃപ്തിയോടെ ഈ മികവിദ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തിൽ പങ്കാളിയായ അങ്ങോട്ട് എനിക്കൊരു സംശയം, എല്ലാ കോമൺ മാനും ഉള്ളൊരു സംശയമായിരിക്കും. ഈ അമിത രാഷ്ട്രീയവൽക്കരണം അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ്, ഇവരൊക്കെ ഇത് വെറും ഇവരുടെ ഒരു മികവായി എടുത്തു കാണിക്കാനുള്ള ഒരു രാഷ്ട്രീയ ഗിമിക്കാണോ? അല്ല, പൊളിറ്റീഷ്യൻസ് ശരിക്കും ഇതിനോട് വേണം എന്ന് വെച്ച് തന്നെ കൂടെ നിൽക്കുന്ന മനുഷ്യരാണോ? ഇപ്പോഴത്തെ 10 വർഷക്കാലം എനിക്ക് 100% ഉറപ്പ് അതിനകത്തൊരു പ്ലാനിങ് ഉണ്ടായിരുന്നിരുന്നു. അവർക്ക് ആദ്യം തന്നെ ഇത് ഇന്നടത്ത് കൊണ്ട് ഇന്ന് ചെല്ലണം അത് നമ്മുടെ ഉദ്ദേശം വെച്ചാൽ നമ്മൾ പുതിയ പാഠ്യപദ്ധതിയിലേക്ക് കടക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന അച്ചീവ് ചെയ്യണം. ഇനി അകത്തിരിക്കുന്ന അധ്യാപകർ നിരന്തരം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പരീക്ഷകളൊക്കെ പാസ്സായിട്ട് വേണം. ഇത് വെറുതെ PSC റാങ്ക് ലിസ്റ്റ് കിട്ടിയാൽ മാത്രം പോരാ, അടുത്ത പരീക്ഷകൾ ചിലത് പാസ്സാകണം. നിങ്ങളകത്ത് ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇപ്പം എന്ന് പറയുന്ന പരീക്ഷ പാസ്സാകാതെ നിങ്ങൾക്ക് ഇൻക്രിമെൻ്റ് കിട്ടത്തില്ല. അതായത് ടെക്നോളജി യൂസ് ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിർബന്ധമായിട്ടും ലോകത്തൊരിടത്തും കാണത്തില്ല, അല്ല ഇന്ത്യയിലൊരിടത്തും എന്താണേലും കാണത്തില്ല. ഈ പറഞ്ഞ സർവീസിൽ കയറിയ ഒരാൾക്ക് വീണ്ടും ഇന്ന പരീക്ഷ കഴിഞ്ഞാലേ അവർക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടാണ് അവരിവിടം വരെ ഈ 10ാമത്തെ വർഷം എന്താവണം എന്നുള്ളതിനകത്ത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചെയ്തതിൻ്റെ ഒരു 80% അച്ചീവ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അവസാനത്തെ വർഷം ഈ ഗുണമേന്മ പിന്നെ സമഗ്ര ഗുണമേന്മ പദ്ധതിയായിരുന്നു മനസ്സിലാവുക. അതായത് ക്വാളിറ്റി ഉറപ്പാക്കുക, കുട്ടികളുടെ ശേഷികൾ കൈവരിച്ചെന്നും കുട്ടിക്ക് ക്വാളിറ്റി വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടെന്നും ഉറപ്പാക്കുക. ഇല്ലെങ്കിൽ അത് അധ്യാപകൻ്റെ ചുമതലയാണ്. അങ്ങനെ ആക്കി വേണം 8ാം ക്ലാസ്സിൽ നിന്ന് കുട്ടിയെ അടുത്ത ക്ലാസ്സിലേക്ക് വിടാൻ എന്നുള്ളതെന്ന് പറയുന്നത് വലിയ ആ പ്ലാൻ വരെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മോശമുള്ള സാധനമല്ല. പൊതുവെ രാഷ്ട്രീയക്കാരെ കുറിച്ചിട്ട് പൊതുവെ പറയുന്ന വിശ്വാസം എനിക്കില്ല. അതായത് അവരെന്താണേലും സോഷ്യൽ ഇതിന് എതിരായിട്ടൊരിക്കലും കോസിന് എതിരായിട്ടൊരിക്കലും പ്രവർത്തിക്കത്തില്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടതാണേലും. പക്ഷെ കമ്മിറ്റ്മെൻറ്റ് കൂടുതലുള്ളത് വെച്ചാൽ പ്ലാനിങ്ങും ഒരു കാര്യങ്ങൾ നിങ്ങൾ ദൃഷ്ടിയോട് കൂടിയിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ട് ലെഫ്റ്റിനാണ് അത് ചെയ്തിട്ടുള്ളത്. അത് സംശയമില്ലാത്ത കാര്യം. ആദ്യത്തെ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ആ മന്ത്രിസഭ തന്നെ താഴെ പോയിട്ട് ഇടയായെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ ബില്ലാണ്. ആ വിദ്യാഭ്യാസ ബില്ല് വന്നതോടുകൂടിയിട്ടാണ് കേരളത്തിലെ എല്ലാ അധ്യാപകർക്കും വളരെ ചെറിയ തുച്ഛമായ ശമ്പളം കിട്ടിയിരുന്നിട്ടുള്ള നിരവധി കഥകൾ കാരൂരിൻ്റേതായിട്ടുണ്ടല്ലോ ഉള്ള അധ്യാപകർക്ക് അന്തസ്സായിട്ടൊരു ശമ്പളം കിട്ടിത്തുടങ്ങുന്നത്. ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ല്. അതിനകത്ത് ഒത്തിരി ഘടകങ്ങളുണ്ടായിരുന്നിരുന്നു. എല്ലാം PSCക്ക് വിടണം എന്നൊക്കെയുള്ള അങ്ങനെ പല ഇതും മാറി. അങ്ങനെ മാനേജ്മെൻറ്റുകൾക്ക് പുറത്ത് സർക്കാരിൻ്റെ ഒരു നിയന്ത്രണം വന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലേക്കും സ്കൂളുകൾ വരാനായിട്ട് ഇടയായത്. അപ്പം നിങ്ങൾക്ക് 2 കിലോമീറ്ററിനുള്ളിലൊരു കൊച്ചിന് അല്ലെങ്കിൽ 1 കിലോമീറ്ററിനുള്ളിലൊരു സ്കൂള് എത്തുന്ന തലത്തിലേക്ക് കേരളത്തെ മാറ്റിയെടുക്കാനായിട്ട് ആ ഒറ്റ നിയമനിർമ്മാണത്തിലൂടെ കൂടി കഴിയും. രണ്ടാമത്തെ ഈ മന്ത്രിസഭ വന്നപ്പം എന്ത് ചെയ്തു? 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നു. ഇതോടെ അന്നൊക്കെ സ്കൂളിൽ പോവുക എന്ന് പറയുന്നത് സാറിന് 5ാം ക്ലാസ് കൊണ്ട് നിർത്തും. ഒരു പ്രൈമറിയിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് കയറുന്ന എവിടെയെങ്കിലും ഒരു ചെറിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ വെച്ച് ക്ലാസ് നിർത്തി അടുത്ത ഇതിലേക്ക് പോകണം. പക്ഷേ ഈ 10ാം ക്ലാസ് വരെ നീട്ടി കൊടുത്തോടുകൂടി പെൺകുട്ടികളും സ്കൂളിലേക്ക് വരാൻ തുടങ്ങി. 10ാം ക്ലാസ് വരെ പഠിക്കാനായിട്ട് തുടങ്ങി. ആദ്യം അത് 5ാം ക്ലാസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 7ാം ക്ലാസ് വരെ പഠിച്ച് അവിടുന്ന് ഇതിലേക്ക് തുടങ്ങും. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് E.K. നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് വലിയൊരു മാറ്റം വന്നു. അതായത് ഈ വികേന്ദ്രീകൃത ആസൂത്രണം, പീപ്പിൾസ് പ്ലാനിങ് വന്നു. ജനകീയ ആസൂത്രണം, എൻ്റെ നാട്ടിൽ എന്ത് വേണമെന്നുള്ളത് തീരുമാനിക്കുന്നു. അത് വന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്തു? പഞ്ചായത്തുകൾക്ക് അല്ലെങ്കിൽ കോർപ്പറേഷനുകൾക്ക് സ്കൂളിൻ്റെ നിയന്ത്രണം കൊടുക്കുക. സ്കൂളിൽ നിങ്ങൾ ആ സ്കൂളിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ നന്നാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. അക്കാദമിക് കാര്യങ്ങളല്ല, അക്കാദമിക് കാര്യങ്ങൾ SCRT ഡയറ്റും ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ആയിരിക്കും നോക്കുന്നത്. പക്ഷേ
നിങ്ങൾ സ്കൂളിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളാണ് എന്ന് പറഞ്ഞോട് കൂടിയിട്ട് എന്ത് ചെയ്യും? എൻ്റെ നാട്ടിലെ സ്കൂള് മെച്ചപ്പെടുത്തി നിലനിർത്തണം എന്നുള്ള ആവശ്യം ആർക്കുണ്ടായി? അവിടുത്തെ നാട്ടുകാർക്കുണ്ടായി, അവിടുത്തെ രാഷ്ട്രീയക്കാർക്കുണ്ടായി. ഏറ്റവും താഴത്തെ വാർഡ് മെമ്പർക്ക് തോന്നുന്നു എൻ്റെ വാർഡിലെ സ്കൂളിൽ ഇന്ന അവിടെ ബെഞ്ചില്ല, ഇങ്ങനെയുള്ള. അപ്പം അടിസ്ഥാന സൗകര്യത്തെ തൊടാൻ വേണ്ടിയിട്ട് ആദ്യം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. നമ്മുടെ ഇടിഞ്ഞു പൊളിയുന്ന മറ്റേ നനഞ്ഞ് ഇരുന്ന പഴയ ഇതൊക്കെ മാറ്റി ഓടൊക്കെ ഇട്ടു, അല്ലെങ്കിൽ ഷീറ്റ് ഇടേണ്ടടുത്ത് ഷീറ്റും, ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരാൻ തുടങ്ങി. പിന്നെ നടത്തുന്നതെന്ന് പറഞ്ഞാൽ പാഠ്യപദ്ധതിക്കകത്ത് ചേഞ്ചാണ് കൊണ്ടുവരുന്നത്. നിങ്ങളിപ്പോൾ നോക്കി പാഠ്യപദ്ധതി ചേഞ്ച് പ്രധാനമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള സമയം എന്ന് പറയുന്നത് VSൻ്റെ സമയത്താണ് നമുക്ക് കൃത്യമായ ഒരു പാഠ്യപദ്ധതി രൂപരേഖ ഉണ്ടാകുന്നത്. MAV മന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്നാണ് ഈ സ്കൂളുകളിൽ IT കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് IT സ്കൂൾ ഉണ്ടാകുന്നത്. പിന്നീട് അത് കൈറ്റായിട്ട് രൂപപ്പെടുന്നത്. അതിൻ്റെ അടുത്ത ഘട്ടമാണ് കൈറ്റ് ഉൾപ്പെടെയുള്ള ആളുകളെ ഉപയോഗിച്ച് കേരളത്തിലെ കമ്പ്യൂട്ടറൈസേഷൻ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസവും അതിൻ്റെ കമ്പ്യൂട്ടർ സഹായത്തോടു കൂടിയിട്ടുള്ള സ്കൂളിലെ ലേണിംഗ് പ്രോസസ്സും കൊണ്ടുവന്നത്, ഹൈടെക് ആക്കിയത് എല്ലാം ഈ മന്ത്രിസഭയുടെ സമയത്താണ്. ഇപ്പോഴത്തെ മന്ത്രിസഭ നിങ്ങൾ അതിൻ്റെ മൊത്തം തുടർച്ച എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ സംഭാവനകളാണ് ലെഫ്റ്റ് മിനിസ്റ്ററുടെ കാലത്ത്. 2 തവണ പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പിലാക്കി. അത് VSൻ്റെ സമയത്തും നടപ്പിലാക്കി. ഇപ്പം V ശിവൻകുട്ടി മന്ത്രിയായിരിക്കുന്ന സമയത്തും നടപ്പാക്കി. ഇത് നടപ്പാക്കാൻ മാത്രമല്ല അതിൻ്റെ തുടർച്ചയായിട്ട് മുഴുവൻ പാഠപുസ്തകങ്ങളെയും പരിഷ്കരിക്കുകയും ചെയ്തു. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്, നമ്മളെന്നും പറയുന്ന ഈ ചൈൽഡ് സെൻറ്റേർഡ് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് ഇവരുടെ സംഭാവന. അങ്ങനെ കാതലായിട്ടുള്ള എല്ലാ മേഖലയിലും അവർ സ്പർശിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു കോമൺ മാൻ്റെ പ്രതിനിധിയായി ഞാൻ ചോദിക്കുന്നു. എൻ്റെ ഒരു അടുത്ത തലമുറയാണ് എൻ്റെ കുഞ്ഞ്, സമൂഹത്തിൻ്റെ അടുത്ത തലമുറയാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞിനെ ഞാൻ എന്തുകൊണ്ട് എൻ്റെ നാട്ടിലുള്ള പൊതുവിദ്യാലയത്തിൽ ചേർക്കണം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും എന്നുള്ള മറുപടി? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ സാമൂഹിക ഇതിൽപ്പെടുന്ന ആളുകളുടെയും കൂടെ ഒരു പരിച്ഛേദമാണ് നമ്മുടെ നാട്ടിലെ ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ. ആ സ്കൂളിനകത്ത് പിന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, ഏറ്റവും എല്ലാ ശ്രേണിയിൽപ്പെടുന്നവരുണ്ടാവും. ദാരിദ്ര്യത്തിൻ്റെ അടുക്കം നിൽക്കുന്നവരുണ്ടാവും, പിന്നെ ഇടത്തരക്കാരനുണ്ടാവും, അപ്പർ മിഡിൽ ക്ലാസ്സുകാരനുണ്ടാവും. ഇതെന്ന് പറയുന്നൊരു വലിയ ലേണിംഗ് പ്രോസസ്സാണ്. നിങ്ങൾ നമ്മുടെ സമൂഹത്തെ തിരിച്ചറിയുകയും നമുക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നുള്ളത് കുട്ടി അറിയുകയും ചെയ്യുന്ന, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടെന്ന് ഒരു കുട്ടി അറിഞ്ഞു വേണം വളരാൻ, എങ്കിലേ അവൻ ലോകത്തിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പൊതുവിദ്യാലയം വരുന്നതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. നിങ്ങൾ ബാക്കി മറ്റിടത്തെല്ലാം ചെന്ന ഏതാണ്ട് എല്ലാ ഇപ്പം വലിയ സ്റ്റാറ്റസ് ഉള്ള സ്കൂളുകൾ എന്ന് പൊതുവെ പറയപ്പെടുന്നു. അവിടെ ചെന്ന് ഏതാണ്ട് എല്ലാം ഒരേ സ്ട്രാറ്റായിരിക്കും. അവിടുന്ന് നിങ്ങൾക്കൊരു കൊടുക്കൽ വാങ്ങലും കിട്ടത്തില്ല. നിങ്ങൾക്ക് സമൂഹത്തിനോടുള്ള ഒരു സമീപനം എന്താണെന്ന് ഉരുത്തിരിഞ്ഞു വരത്തില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി പ്രതീക്ഷിക്കാം നല്ലൊരു മനുഷ്യനെ വാർത്തെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മുന്നോട്ട് തന്നെ പോട്ടെ. വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടൊരു ടോക്കായിരുന്നു. എനിക്ക് തോന്നുന്നു സമയപരിമിതി കാരണമാണ് നമുക്കിതിൽ വൈൻഡപ്പ് ചെയ്യേണ്ടി വരുന്നത്. ഒരുപാട് താങ്ക്സ്.